ഈ മാറി നിന്നിട്ട് പിന്നെ കാണുമ്പോൾ ഈ കുഞ്ഞിനുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് എക്സ്പ്രസീവ് ആയിരുന്നു. മാത്രമല്ല ഈ കുഞ്ഞിനെ കൊണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറാത്തൊരു കുഞ്ഞിനെ നമ്മളവിടെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ആ കൊച്ചു കുഞ്ഞ് ഒരു ബോധമില്ല അല്ലേ, ബോധക്കുറവുണ്ടെന്ന് പറയുന്ന കുഞ്ഞ് ഞാൻ ഇനി അകത്തോട്ടങ്ങ് കയറിപ്പോകേണ്ട ആളാണ് എന്നുള്ള ഒരു നിശബ്ദമായ ഒരു കണ്ണുനീരും നിശബ്ദമായി പറയാനാകാത്ത വാക്കുകളില്ലാത്ത ഒരു എക്സ്പ്രഷനും ഒക്കെ കാണിച്ചുകൊണ്ട് നിശബ്ദമായി നടന്നു പോകുന്നൊരു കുഞ്ഞിനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ്. നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ വേറൊരാൾക്കത് പറയുമ്പോൾ അക്കൗണ്ടിങ് ഇല്ല, ഡെബിറ്റ് ഇല്ല, ക്രെഡിറ്റ് ഇല്ല, ക്യാഷ് ബുക്കില്ല, പിന്നെ ഇൻവേഡ് ഇല്ല, ഔട്ട്വേഡ് ഇല്ല, റെസിപ്റ്റ് ബുക്കില്ല, ഒന്നുമില്ല. പേപ്പറിനകത്ത് എഴുതുന്നു, ഒരു ബോക്സിലിട്ട് പൈസ ഇട്ട് അടച്ചു വെക്കുന്നു. അപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംവിധാനത്തിൽ കൂടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് പിന്നെ അക്കൗണ്ട്സ് ഉണ്ടാക്കണം. അത് ശരി മാഡത്തിന് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ക്യാഷ് ബുക്കൊക്കെ ആദ്യമായിട്ട് അതിൻ്റെ എല്ലാവരുടെയും ഹാൻഡ് ഓവർ ചെയ്തു. അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു. ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഡൊണേഷൻ്റെ വരവ് ആവശ്യമില്ലാതെ ഡൊണേഷൻ. അപ്പോൾ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ അതിൽ പെടുത്തും എന്നൊരു ധാരണ എനിക്ക് ഉണ്ടാകേണ്ട ചില സംഭവങ്ങളുണ്ടായി. അപ്പം ഞാൻ അവിടെ പറഞ്ഞു കാലിന് സുഖമില്ല, മോളിൽ കയറി വന്ന് എല്ലാ ദിവസവും നമ്മൾ കണക്കിൽ കുഴപ്പം കാണിച്ചു എന്ന് വരുത്താനുള്ളൊരു പരിശ്രമം അവിടെ നടക്കുന്നതായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സംഭവം. ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് ഈ ടീച്ചർ ഹർട്ട് ചെയ്ത് കൊച്ചിനെ പിടിച്ച് തെള്ളുന്നു. കൊച്ചപ്പോൾ പറയാൻ അത് വാക്ക് സെൻറ്റൻസായിട്ട് പറയാൻ കൊച്ചിന് അറിഞ്ഞൂടാ. കൊച്ചിന് നമ്മളെ പിടിച്ചിങ്ങനെ തെള്ളി കാണിച്ചിട്ട് പറയുന്നു അങ്ങനെ ചെയ്യും, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. ഇന്നലെ എന്താ അങ്ങ് നേരത്തെ പോയത്, ഇന്നലെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഷൂട്ടിങ്, ഇന്ന് പോകരുത്, ആരും പോകരുതെന്ന് സാർ പറഞ്ഞു. അന്നപ്പോൾ എന്താണെന്നറിയാമല്ലോ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മുഖം കാണിക്കാൻ വേണ്ടി കൊച്ചിങ്ങനായാലും വേണ്ടിയില്ല, എൻ്റെ മുഖം ഒന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന പേരൻസ് അവിടെ ഉണ്ട്. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് നിൽക്കുന്നത്, നിന്ന് പോകുന്നത്. ഉടനെ സംഭവം എന്താണ്, കുറേ കത്തുകൾ ഇവിടുത്തെ അമ്മമാരെ പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഫേസ്ബുക്കിൽ കൂടെ കൊടുത്തു. ഉടനെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ നാനാഭാഗത്തുനിന്ന് ലക്ഷക്കണക്കിന് അമ്മമാർ ഇദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് അമ്മമാരെ പറ്റി എഴുതി അയച്ചപ്പോഴത്തേക്ക് അമ്മമാരെ പറ്റി അവരെഴുതുന്ന വാക്കുകൾ വായിക്കുമ്പോൾ ഹൃദയഭേദകമായിട്ട് സങ്കടം കൊണ്ട് കണ്ണുനീരൊഴുകണം, കരയണം. അപ്പോൾ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ മുതുകാട് നിന്ന് വായിക്കുന്നുണ്ടെങ്കിൽ ചുറ്റിനും നിന്ന് അമ്മമാർ ഷോൾ എടുത്തിട്ട് നിൽക്കണം. എന്നിട്ട് സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് പറഞ്ഞിട്ട് മ്യൂസിക്കും BGM എല്ലാം കൂടി ഇട്ട് സംഭവ ബഹുലമായ ഇത് ആക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മളെ ഈ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അവിടെ വന്ന് കണ്ണു തുടയ്ക്കൂന്ന് ക്യാമറാമാൻ കണ്ണു തുടയ്ക്കൂ, ചേച്ചി ഒന്ന് കണ്ണു തുടയ്ക്കൂ, അമ്മയൊന്ന് കണ്ണു തുടയ്ക്കൂ എന്ന് പറഞ്ഞു. അതാണ് സംഭവം. അല്ല ഞാൻ അറിയുന്നില്ല എന്തോ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് ഇന്നലെ ഞാൻ ഇല്ലാഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞില്ലല്ലോ. നമ്മളപ്പോൾ ആരോടും ഇങ്ങനെ ഇന്നലെ എന്തായിരുന്നു അങ്ങനെ ചോദിക്കാൻ നമുക്ക് അത്ര ഇൻറ്റിമസി ആരുമായിട്ടും ഇല്ല. അതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ പിന്നെ അതെന്ന് പറഞ്ഞു കൊടുത്താ അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് നമ്മൾ കണ്ണ് തുടച്ചില്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോഴല്ലേ അറിയുന്നത് കണ്ണ് തുടയ്ക്കണം, നടക്കണം, പറയണമെന്നൊക്കെ പറയുന്നത്. അദ്ദേഹം വായിക്കും. പക്ഷെ അദ്ദേഹം അന്നേരം വായിച്ചില്ല. നമ്മൾ ഈ വിഷ്വൽ എടുത്തോണ്ട് പോന്നു. പിന്നെ വായിക്കുമ്പോൾ ഇത് അതിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. വിഷ്വൽ എടുത്തോണ്ട് പോന്നു. ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം വന്നില്ല അടുത്തോട്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സാധാരണ ഒരു വേറെ കരഞ്ഞിട്ട് ആ കരയുന്ന വിഷ്വൽ കൊണ്ടുവന്ന് ഇദ്ദേഹം പറയുന്ന സംഗതിയായിട്ട് സംയോജിപ്പിച്ച്. പിന്നെ ഒരു കുട്ടി ചോറെടുത്ത് എറിയുന്നതായിട്ട് വീഡിയോ 3 വട്ടം ചോറെടുത്ത് എറിയണം. അപ്പം ടീച്ചർ വന്ന് ആശ്വസിപ്പിക്കുന്നു, മോനെ അത് അങ്ങനെ കഴിക്കും. അപ്പം ടീച്ചർ അങ്ങനെ സൂത്തിങ് ഏഞ്ചലായിട്ട് നിൽക്കുന്ന ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇവരാണ് ഇവിടുത്തെ ഡെഡിക്കേറ്റഡ് പാർട്ട്ണർ എന്നൊക്കെയുള്ള മെസ്സേജുകൾ കൊടുക്കുന്നു. സമൂഹത്തിന് ഗുണപ്പെടുന്ന പുള്ളി അങ്ങനെയാണല്ലോ മോട്ടിവേഷൻ കൊടുത്ത് ലക്ഷങ്ങൾ മേടിച്ചിട്ട് പുള്ളി ഇങ്ങനെ കാണിക്കുന്ന റിയലായിട്ട്. അപ്പം എന്നോടൊപ്പം ഇരിക്കുന്ന ആൾ സെലിബ്രിറ്റി ഒന്നുമല്ല. പേര് വസന്ത ഹേമന്ത്. എൻ്റെ നാട്ടുകാരിയാണ്, കരുനാഗപ്പള്ളിക്കാരിയാണ്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു സോഷ്യൽ ആക്ഷൻ വോളണ്ടിയറായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൂടെയോ അവതരണങ്ങളിലൂടെയോ റീൽസിലൂടെയോ ഒന്നും ശ്രദ്ധേയമായിട്ടുള്ള ഒരാളല്ല. വസന്ത ഹേമന്തിനെ ഞാൻ കാണുന്നത് ഒരു കനേഡിയൻ ഫ്രെയിമിലാണ്. നമ്മുടെ സുനിത ദേവദാസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ DAC എന്ന് പറയുന്ന ആ സെൻറ്ററുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നപ്പോഴാണ്
ഈ വസന്ത ഹേമന്തിൻ്റെ അഭിമുഖം കാണാനിടയായതും ഇങ്ങനെ ഒരാൾ കരുനാഗപ്പള്ളിയിലുണ്ട് എന്നുള്ള കാര്യം അറിയുന്നതും. അങ്ങനെയാണ് വസന്ത ഹേമന്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാക്കണം. അതായത് ഈ DACയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സുഡാപ്പി ന്യായമോ കമ്മി ന്യായമോ കൊങ്ങി ന്യായമോ സംഘീ ന്യായമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മുൻവിധികളോ അല്ലെങ്കിൽ അത്തരം സംഗതികൾ എന്തെങ്കിലും ഉണ്ടോ വസന്തയ്ക്ക്? നെവർ. ഒരിക്കലും അങ്ങനെ യാതൊരുവിധ രാഷ്ട്രീയപരമോ ജാതിപരമോ യാതൊന്നും തന്നെ അങ്ങനെ യാതൊരു എന്തോന്നും അവിടെയും ഫീൽ ചെയ്തിട്ടില്ല. പുറത്ത് വന്നതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രേരണയും ഇല്ല. പ്രേരണയില്ല. മാത്രമല്ല അവിടെ നിൽക്കുന്ന പേരൻസിനും ഒന്നും ആർക്കും തന്നെ അങ്ങനെ ഒരു രീതി അതിനകത്തും ഇല്ല, പുറത്തുമില്ല. ഇല്ല. അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അലിഗേഷന് ശേഷം പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ് ആരെങ്കിലും ഉണ്ടാക്കി വയ്ക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഈ ഇപ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ DACയിൽ കൊണ്ടുപോയ മകള് എത്രാമത്തെ മകളാണ്? എത്ര വയസ്സുണ്ട് അവൾക്ക് പ്രായം? എനിക്ക് 3 മക്കളാണുള്ളത്. അതിൽ ഏറ്റവും താഴത്തെ മോളാണ്. ഏറ്റവും ഇളയ മകളാണ്. ബാക്കി 2 കുട്ടികളും നോർമലാണ്. ഈ ഇളയ മകൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടാവും? മകൾക്ക് ഇപ്പോൾ 22 വയസ്സുണ്ട്. ഒരമ്മയെന്നുള്ള നിലയിൽ അങ്ങനത്തെ ഒരു മകളുടെ ജനനവും അതിനുശേഷം ഈ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങളുമൊക്കെ എത്ര സംഘർഷപൂരിതമാണ്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ മറ്റു മാതാപിതാക്കൾക്കൊക്കെയും ഇതൊരാരോപണമായോ മറ്റുമൊക്കെ തോന്നുമ്പോൾ ഈ വസന്ത ഇതിനകത്ത് അനുഭവിക്കുന്ന ഒരു മാനസികമായ അവസ്ഥ എന്താ? ഇല്ല, നമ്മൾ അനുഭവിക്കുന്നത് അതൊരു നാച്ചുറൽ ട്രൂത്താണ്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ആരുമായിട്ടും ഷെയർ ചെയ്യാനായിട്ടുള്ള അനുഭവങ്ങൾ അല്ല. കാരണം അത് കേൾവിക്കാർക്കൊരു കഥ മാത്രമാണ്. അല്ലാതെ അനുഭവിക്കുന്നവരുടെ അനുഭവങ്ങൾക്ക് ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു കാവ്യാത്മകമായൊരവസ്ഥയായിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മുടെ ലൈഫിൽ ആർക്കും ഇല്ലാത്ത ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണേണ്ട അനുഭവങ്ങളാണ് എനിക്ക് കുഞ്ഞിൻ്റെ ചെറിയ പ്രായം തൊട്ടുണ്ടായത്. എൻ്റെ കൈക്കുഞ്ഞായി ഇരിക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളിലൊരു താളാത്മകത ഉണ്ടെന്ന് കണ്ടുപിടിച്ച ഒരാൾ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തി, അതൊരു അമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ആ മോളെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മൂളിപ്പാട്ട് പാടുമ്പോൾ അതിനനുസരിച്ച് ആ കുഞ്ഞ് ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് താളം അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. അതിനുശേഷം ഞാൻ ആ താളം ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള എൻ്റേതായിട്ടുള്ള തന്ത്രങ്ങൾ എന്നതിനെ വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയത്. പിന്നെ കുഞ്ഞിന് പെടലി ഉറയ്ക്കാനൊക്കെ ഒരു 3.5 വയസ്സിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ നടക്കാനാണെങ്കിൽ ഒരു 5.5 വയസ്സ് ഒക്കെ ആയിട്ടാണ് നല്ലതുപോലെ വീഴാതെ നടന്നത്. അപ്പം അത്രയും നാളൊരു അമ്മ അനുഭവിക്കേണ്ടി വരുന്ന ഒരു യാതനയും ഞാൻ ഉപയോഗിക്കുന്നില്ല, അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്വന്തമായി അതെൻ്റെ സ്വന്തം മാത്രമാണ്. അത് വേറൊരാളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ ബന്ധുക്കൾ ആകുന്നവരൊക്കെ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുപ്പവും സ്നേഹവും ഈ 3 മക്കളിൽ അവളോട് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. കാരണം 100 ആടിനെ മേയ്ക്കാൻ പോയ ആട്ടിടയൻ ഒന്നിനെ കാണാതെ പോയ ഒന്നിൻ്റെ പിറകെയാണ് പോയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഈ മോളെ ആദ്യം മുതൽ തന്നെ ഈ സ്പെഷ്യൽ സ്കൂളിലോ അങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു വസന്ത? ആദ്യം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ, കാരണം എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇൻകത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇൻകത്തിൻ്റെ പ്രശ്നം വന്നപ്പം ജോബ് വേണം. ഞാൻ ഗ്രാജുവേറ്റാണ്. പിന്നെ മാത്രമല്ല അതിനുപരി ഞാൻ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തെങ്കിലേ പറ്റൂ എന്നൊരു മാനസികാവസ്ഥ എത്തി. അപ്പോൾ ഫ്രീഡം ഓഫ് ഓക്യുപ്പേഷൻ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ആണ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഈ കുഞ്ഞിനെ നോക്കുകയും വേണം, എന്നാൽ എനിക്ക് ഇൻകവും വേണം. അപ്പോൾ ആ രീതിയിൽ ഞാൻ പല കമ്പനികളുടെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ ഒന്നെങ്കിൽ കൂടെ കൊണ്ടുപോകും, അന്നൊക്കെ കുഞ്ഞിനെ പറ്റുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് കുഞ്ഞിനെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ളത് വെച്ചിട്ട് ഞാൻ ഡേ കെയറുകളൊക്കെ അന്വേഷിച്ചു പല സ്കൂളുകളുടെയും അടുത്ത് ചെന്നപ്പോൾ ഞാൻ അങ്ങനെ ഈ കുഞ്ഞിനെ നിർത്താൻ എടുത്തിട്ട് ഞാൻ ആദ്യം പോകുന്നത് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കൂളിലാണ്. അത് കാര്യവട്ടത്ത്. അപ്പോൾ അതിനൊക്കെ തന്നെ ഈ തോളിൽ പെടലിയൊക്കെ ഉറയ്ക്കാത്ത കൊച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ സഹായങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ പോകുമായിരുന്നു. അവിടെ പോയിട്ട് അവിടെ ചെന്ന് ഇപ്പോൾ അവിടെ റെസിഡൻഷ്യലുണ്ട്. അങ്ങനെ അവിടെ നിർത്തിയപ്പോൾ ഈ കുഞ്ഞ് നമ്മളെ വിട്ട് ആദ്യമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ കൊച്ചി നമ്മുടെ ഇതുപോലെയാണ്, ഇങ്ങനെ കിടക്കുക. ഇവിടുന്ന് ഇങ്ങനെ മാറ്റണമെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയെങ്കിലേ പറ്റുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അങ്ങനെ അവിടെ നിർത്തിയിട്ട് പോരുമ്പം
അന്നേരം ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് അതൊക്കെ ചിലപ്പോൾ കവിതകളായും കഥകളായും പാട്ടുകളായും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യർ ഇന്ന് ഈ പറയുന്ന മനുഷ്യരൊക്കെ അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതവും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വികാരങ്ങളുമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ തിരിച്ചറിയാത്ത മനുഷ്യരാണ് ഇതിനെയൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടും ജാതീയമായിട്ടും ഒക്കെ വിശദീകരിക്കുന്നത്. അവിടെയാണ് ഒരു യഥാർത്ഥ അമ്മ എന്ത്, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ അച്ഛൻ എന്ത്, സഹോദരൻ എന്തെന്നൊക്കെ, അല്ലെങ്കിൽ സുഹൃത്ത് എന്തെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ബ്ലെസ്സിങ് അനുഭവങ്ങൾ എനിക്കുണ്ട്. ആ സ്കൂളിൽ നമ്മൾ ഈ കുഞ്ഞിനെ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ പോകണം. ഇൻ കേസ് എന്തെങ്കിലും കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ കൊച്ച് ടോയ്ലറ്റിൽ പിന്നെ യൂറിനേറ്റിംഗ്, ഡെഫിക്കേറ്റിംഗ് ഇതൊക്കെ ഞാൻ ചെന്ന് എന്നെ കണ്ടാൽ മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഒരാഴ്ച ഞാൻ പോയില്ലെങ്കിൽ ഈ കുട്ടി അതൊന്നും ചെയ്യത്തില്ല. അതിൻ്റെ ദേഹത്തൊക്കെ ചൊറിഞ്ഞു പൊട്ടും. അപ്പോൾ ഇതൊക്കെ ധാരണമാകണം. എനിക്ക് ജോലിക്ക് പോകണം, പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനെ ആഴ്ചയിൽ ഇതിനെ കാണാൻ പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിതിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഇതിന് മാത്രം ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ലഡു മേടിച്ചിടാൻ പറ്റത്തില്ല. ഹസ്ബൻഡ് ഉണ്ട്, ഗൾഫിലാണ്. പക്ഷെ ഗൾഫിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പോൾ ഗൾഫിൽ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന ശമ്പളമല്ലേ അയച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് ഫിസിയോതെറാപ്പിക്ക് വേണം, സ്പീച്ച് തെറാപ്പി വേണം. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നമുക്കിതിനൊക്കെ ആപ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ നല്ല പരിഗണന ഇല്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ സ്ഥലത്തും ഇത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ കുട്ടികളുടെ അമ്മയും അച്ഛനും അല്ല. അപ്പം അവരുടെ ഒരു ഇൻകം സോഴ്സ് മാത്രമാണ് ഇവരുടെ ജോബ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു അമ്മ നോക്കുമ്പോൾ പോരാഴികൾ കണ്ടേക്കാം. ഡെഫിനറ്റ്. ഇപ്പോൾ കുഞ്ഞിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോയാൽ കുഞ്ഞിനറിയാം ഇതെൻ്റെ അമ്മയല്ലെന്ന്. അപ്പോൾ കുഞ്ഞ് അമ്മയെ കണ്ടാൽ മാത്രമേ ടോയ്ലറ്റിൽ പോകത്തുള്ളെങ്കിൽ അമ്മ ചെന്നേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ നോക്കുന്ന ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ്. അപ്പം ഞാൻ ആഴ്ചയിൽ പോവും, മോളെ കൊണ്ടുവരും. ഇപ്പം എൻ്റെ സഹോദരി മൂത്ത സിസ്റ്ററുണ്ട്, പുള്ളിക്കാരി മോളെ പോയി എടുത്തുകൊണ്ട് വരും അല്ലെങ്കിൽ കൊണ്ടാക്കും. അങ്ങനെയൊക്കെ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ആ സ്കൂളിൽ പിന്നെ ഈ മാറി നിന്നിട്ട് പിന്നെ കാണുമ്പോൾ ഈ കുഞ്ഞിനുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് എക്സ്പ്രസീവ് ആയിരുന്നു. മാത്രമല്ല ഈ കുഞ്ഞിനെ കൊണ്ടാക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറാത്തൊരു കുഞ്ഞിനെ നമ്മൾ അവിടെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ആ കൊച്ചു കുഞ്ഞ് ഒരു ബോധമില്ല, അല്ലേ ബോധക്കുറവുണ്ടെന്ന് പറയുന്ന കുഞ്ഞ് ഞാൻ ഇനി അകത്തോട്ടങ്ങ് കയറിപ്പോകേണ്ട ആളാണ് എന്നുള്ള ഒരു നിശബ്ദമായ ഒരു കണ്ണുനീരും നിശബ്ദമായി പറയാൻ ആകാത്ത വാക്കുകളില്ലാത്ത ഒരു എക്സ്പ്രഷനും ഒക്കെ കാണിച്ചുകൊണ്ട് നിശബ്ദമായി നടന്നു പോകുന്ന ഒരു കുഞ്ഞിനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ് അതൊക്കെ. നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ വേറൊരാൾക്കത് പറയുമ്പോൾ ആരോപണം, ആക്ഷേപം, അതിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ മറ്റൊരു അങ്ങനെ പിന്നീട് അങ്ങനെ ഞാൻ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞപ്പം അവിടെ ഡേ കെയറിൽ നിന്നാണ് കൂടുതൽ കുട്ടികൾ അവിടെ ചെല്ലുന്നത്. അവിടെ ഓരോ ഇതൊക്കെ പഠിപ്പിക്കും. പക്ഷേ എങ്കിൽ പോലും നമുക്കവിടെ ചെന്നപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മളിതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡാണ് എനിക്കുള്ളത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടാകും. അപ്പോൾ കുഞ്ഞിനെ അവിടെ നിർത്തുന്നത് ഇങ്ങനെ എനിക്കൊരാഴ്ച എന്തെങ്കിലും കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ ചൊറിഞ്ഞു പൊട്ടുക, അങ്ങനെയൊക്കെയായി കുഞ്ഞിനെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ എവിടെയൊക്കെ സ്കൂളുകളുണ്ടോ ഓരോ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി അറിവിൽപ്പെട്ട സ്കൂളുകളെല്ലാം അന്വേഷിച്ചൊരു യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി മരിച്ചുപോയി, ശ്രീ ഫ്രാൻസിസ് കരിത്ര എന്ന് പറയും, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ അടൂർ ഭാഗത്തൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഏഞ്ചൽ ഹോം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പം കുറച്ചുകൂടി ഇതിനേക്കാളും കുറച്ചുകൂടി അവർ കുറച്ചുകൂടി ലവബിളായിട്ട്, സിസ്റ്റേഴ്സാണ്, ലവബിളായിട്ട് നോക്കുകയും പിന്നെ അറ്റ്മോസ്ഫിയറൊക്കെ കുറച്ചുകൂടി നല്ലത് പോസിറ്റീവായ അങ്ങനെ. അപ്പം അങ്ങനെ വന്നപ്പം പിന്നെ അവിടെയും ഈ പറഞ്ഞതുപോലെ പേരൻസ് വിദേശത്ത് കഴിയുകയും കൊച്ചുങ്ങളെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പോലെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അത് ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചിലർ എന്തെങ്കിലും പൈസ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. അപ്പം നമുക്ക് ഈ ആരും തിരക്കി വരാനില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവർക്കറിയത്തില്ല, എന്നെ തിരക്കി ആരും വരാനില്ലെന്ന കുട്ടികൾക്കറിയത്തില്ല. ഈ മറ്റുള്ള നോക്കുന്ന പരിചാരകർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എപ്പോഴും തിരക്കി ചെല്ലുന്ന ഒരു അമ്മയായിട്ട് ഞാൻ മാറി. അങ്ങനെ മോളെ ഞാൻ അവിടെ നിർത്തി. അവിടെയും നിർത്തിയിട്ട് ഞാൻ ആഴ്ച 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പോകും. എല്ലാ ആഴ്ചയിലും മോളെ പോയി കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ അവിടെ നിന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെയും കുറച്ച് കാലം കഴിഞ്ഞു.
അതിനുശേഷം ഞാൻ അതിനേക്കാൾ കുറച്ചുകൂടി അപ്പോഴാണ് എനിക്ക് കുറച്ചിങ്ങനെ ആയി വന്നപ്പോൾ ചില ദിവസത്തെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അമ്മയെന്നുള്ള നിലയിൽ ചില ദിവസം നമുക്ക് ബുദ്ധിമുട്ട് തോന്നും ചെല്ലുമ്പോൾ ഉള്ള. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും പോയി മുടിയൊക്കെ വൃത്തിയാക്കും, പേനയൊക്കെ ഇരിക്കൊല്ലും, അങ്ങനെ തലയൊക്കെ ഷാമ്പൂ ഇട്ട് കഴുകും, ഇങ്ങനെ എല്ലാം ചെയ്ത് രാവിലെ പോയി വൈകിട്ട് വരെ അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെ വരുന്നൊരമ്മയാണ്. അപ്പോൾ അവർക്കും ഒരു കൺസിഡറേഷൻ എന്നോട് ഇങ്ങനൊരമ്മ മൊത്ത സമയം വന്ന് ചിലവാക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരും വളരെയധികം പോസിറ്റീവായിട്ടൊരമ്മ എന്നുള്ള നിലയിൽ എന്നെ കണ്ടു. അതിനുശേഷം ഇടയ്ക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് വേറെ മറ്റ് പല സ്കൂളിലും ഞാൻ മോളെ ആക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൊല്ലത്തൊരു ആശ്രയ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ. ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ അല്ലെങ്കിൽ സിവിയർ ആണോ, അതിൻ്റെ ഒരു ഗ്രേഡ് എവിടെയാണ്? വേണമെങ്കിൽ ഒരു മോഡറേറ്റ് എന്ന് പറയാം. പിന്നെ ചില സമയത്ത് കാഴ്ചക്കാർക്ക് ചിലപ്പോൾ തോന്നും മൈൽഡാണ്, അല്ല, മോഡറേറ്റ് ആണ്. കാരണം കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്ന കാര്യം ഇങ്ങനെ നിരന്തരമായി അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ ആർക്കും പറ്റാത്തതുകൊണ്ടാണ് ഈ മൈൽഡെന്ന് തോന്നിപ്പിക്കാൻ മോഡറേറ്റിനെ മൈൽഡിലേക്ക് കൊണ്ടുവരാൻ പേരൻസിന് പറ്റും. അത് വിത്ത് ട്രെയിൻഡബിൾ. അപ്പം അങ്ങനെ അത്രയും കമ്മിറ്റഡ് ആയിരിക്കണം. മറ്റുള്ള എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ കമൻറ്റുകളായാലും മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും. എൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, വേദനിപ്പിക്കുന്നതാണ് ചോദ്യമെങ്കിലും ഇന്ന് ഈ സമൂഹത്തിൽ അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ കുഞ്ഞിൻ്റെ പ്രസൻസ് ഈ സൊസൈറ്റി, നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ പൊതുവിൽ ഇത്തരം കുഞ്ഞുങ്ങൾ അമ്മമാരനുഭവിക്കുന്ന ചില ഒഴിവാക്കലുകൾ എന്തെങ്കിലും ജീവിതത്തിൽ അങ്ങനെ അനുഭവിക്കും? എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒഴിവാക്കലാണ്. മറ്റൊരാൾക്ക് നമ്മളെ ഒഴിവാക്കാൻ അവകാശമില്ലല്ലോ. നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞ കാര്യം വേറൊരാൾ ഒഴിവാക്കിയിട്ട് എന്ത് കാര്യം? അപ്പം നമുക്ക് എറണാകുളത്ത് പോകണം, നമ്മൾ എറണാകുളം ബസ്സിൽ കയറി ഇരിക്കുന്ന വേറൊരാൾക്കൊന്നും നമ്മളെ പിടിച്ചിറക്കാൻ പറ്റുമോ? നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. വേറൊരാൾ പറയും നിങ്ങൾ എറണാകുളത്തേക്ക് പോകണ്ട. ഞാനിത് ചോദിച്ചത് ചില ചടങ്ങുകൾക്ക് ഇത്തരം കുട്ടികളെ കൊണ്ട് ചെല്ലുമ്പോൾ അത് എന്ന് വെച്ചാൽ ആ വ്യക്തി, ഇപ്പം ഞാൻ എൻ്റെ മോളെ ആ ചടങ്ങിൽ കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ആസ്വദിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അത് എൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പേരൻസിന് കൊടുക്കാനുള്ള മെസ്സേജ്. വേറൊരാൾ പറയുമ്പോൾ നമ്മുടേതല്ലാതാകുന്നില്ല. അതുകൊണ്ട് അത് ആ സ്വന്തം പേരൻറ്റിൻ്റെ മനസ്സിൻ്റെ ചിന്തയായിട്ടാണ് എനിക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് പിന്നീട് അടൂരിൽ നിന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് 1-2 സ്കൂളുകളിൽ വീണ്ടും മാറ്റി നിർത്താൻ എൻ്റെ സാഹചര്യങ്ങളുണ്ടായി, ജോലി സംബന്ധമായിട്ടൊക്കെ. ട്രിവാൻഡ്രത്തൊക്കെ ജോലിക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം ആകുമ്പോൾ എനിക്ക് ഒരു ദിവസം പോകുന്ന കൂട്ടത്തിൽ എടുത്തുകൊണ്ട് വരാം, ഒരു യാത്ര കുറയും, അങ്ങനെയൊക്കെ. ഞാൻ ട്രിവാൻഡ്രത്ത് വട്ടപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്തൊരു സ്കൂളിൽ. അപ്പോൾ ഒരു ലേഡിയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് അന്ന്. അപ്പോൾ ഒരു തവണ ഞാൻ ആ മോളെ വിളിക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ വലിയൊരു ജയിലിനകത്ത് കഴിയുന്ന പോലെ നമ്മളെ ഒന്ന് ജസ്റ്റ് കൊച്ചിനെ മാത്രം ഇങ്ങോട്ട് തരിക, ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പേരൻറ്റ് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇവർക്ക് ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് അവർ ഏർപ്പാട് ചെയ്തിരുന്നു. അപ്പോൾ ഈ പേരൻറ്റ് വന്നപ്പോൾ അത് ഇവർ പറയുന്നു പൈസ ഇനി തന്നാൽ മതി, ഞങ്ങൾ ഫുഡ് കൊടുത്തോളാം എന്ന് പറയുന്നത്. അത് പേരൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ പ്രസൻസിൽ കൊടുക്കണം എന്നുള്ള ഒരിത് പേരൻറ്റ് പറഞ്ഞു. അതിനെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ടാണ് നടക്കുന്നത്. പിന്നെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അതിന് സുഖമില്ലാതായി, എൻ്റെ ശരീരത്ത് വാട്ടർ ലെവൽ കുറഞ്ഞ് അങ്ങനെ മോള് ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ ഇവർ കോൺസ്റ്റിപ്പേഷനൊക്കെ ഇവിടെയൊക്കെ ഫീസ് കൊടുക്കുന്നുണ്ട്, അവിടെ എല്ലാം ഫീസ് കൊടുക്കണം. പക്ഷേ ഇവരെപ്പോഴും നമ്മളോട് പറയുന്നത് ഇതിന് ആരും ഒന്നും തരുന്നില്ല, നിങ്ങൾ തന്നാൽ ഞങ്ങൾക്ക് പൈസ തരുന്നവർ തരണം, ആരും ഒന്നും തരുന്നില്ലെന്നാണ് ഈ സ്കൂളുകാരെല്ലാം പറയുന്നത്. അത് നമുക്ക് കാരണം ഒരിക്കലും ആരും ഒന്നും കൊടുക്കാതെ ഇങ്ങനൊരു സ്കൂൾ ആരും റൺ ചെയ്യുന്നില്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവത്തില്ല. അത് വെറുതെ നമ്മളുടെ അടുത്ത് പറയുന്നതാണെന്ന് എനിക്ക് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു. പിന്നെ ഈ ആശ്രയ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കി. അതൊരു ഡോക്ടറുടെ സ്ഥാപനമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയർ, സ്കൂള് നല്ല നീറ്റ് എല്ലാമാണ്. അവിടെ നല്ല ഡിസിപ്ലിൻഡ് ആണ്. അവിടെ കൊണ്ടാക്കിയപ്പോൾ അവിടെ എനിക്ക് കുറച്ച് ദുരനുഭവങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊക്കെ ഒരു നിശബ്ദമായി സഹിക്കേണ്ടി വരുന്ന അമ്മയായി മാറുന്നു നമ്മൾ. ഒരാളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവിടെ കുറേ പോരാളികൾ കണ്ടേക്കാം, അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ വിട്ടുപോകാമെന്നല്ലാതെ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ DACക്കെതിരെ വസന്ത ഞാൻ പ്രതികരിച്ചത്? ഞാനല്ല ആദ്യമായിട്ട് പ്രതികരിച്ചത്. എനിക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിലും ഞാനത് ആരെങ്കിലും എന്നെപ്പോലെ വരുന്നെങ്കിൽ ഞാൻ അന്നേരം എനിക്ക് പറയാനുള്ളത് പറയുമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് വന്നത്. എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ ആൾക്കാർ ഇനി ഉണ്ടാകും. എനിക്കത് മാത്രമായിട്ട് എന്തായാലും ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെയുള്ളവർ എന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്നെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നെങ്കിൽ ഞാൻ അവരുമായിട്ട് കൈ കോർക്കും. അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ആ ഒരു തീരുമാനം ഞാൻ അവിടെ എടുക്കുകയും അവിടെ അമ്മമാരുടെ ഒരു പ്രതിരോധ സേന അവിടെ ഉണ്ട്. പ്രതിരോധ സേന, അതായത് അവരെ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ സ്ഥാപനത്തിലുള്ള സംഗതികളെ പ്രതിരോധിക്കാൻ. അതെ, ഇപ്പം എന്ന് വെച്ചാൽ ഒരു മുൻ തടവുകാരൻ ജയിലിൽ പിന്നെ ചെല്ലുന്ന തടവുകാരനെ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ. മനസ്സിലായില്ലേ? ഇപ്പം തന്നെ ഈ ഇഷ്യൂ ഉണ്ടായി.
അവിടുത്തെ അമ്മമാർ അയ്യോ അത് നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല, ദൈവമാണ്, ഞങ്ങൾ കണ്ട ദൈവമാണെന്ന് പറയാൻ അവർ നിർബന്ധിതരാകും. കാരണം അവരങ്ങനെ പറഞ്ഞെങ്കിലേ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളല്ലോ. അവർ അവിടുത്തെ ഗുണഭോക്താക്കളാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ അവിടെ എന്തെല്ലാം ഉണ്ടോ അതിനകത്തെല്ലാം അവരുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അവിടെ കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് ഈ ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല. അപ്പോൾ പിന്നെ അവർക്ക് അവിടെ നിന്നേ പറ്റൂ. പക്ഷെ അവരെയും കൂടി നിലനിർത്തണമെങ്കിൽ ഈ പറഞ്ഞ ഞങ്ങളെപ്പോലുള്ള ഒരു വലിയ സംഘം ഓഡിയൻസ് അവിടെ ഉണ്ടാവണം. ഞങ്ങളിലൂടെ അവർ കാണുന്നത് വലിയൊരു ഓഡിയൻസിനെയാണ്. പല വ്യത്യസ്തമായ കളറുള്ള, കൾച്ചറുള്ള, എഡ്യൂക്കേഷൻ ലെവലുള്ള ഒരുപാട് സമൂഹത്തിൻ്റെ, നാടിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള ഓഡിയൻസിനെയാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ. ഈ വസന്ത പറയുന്ന ഇപ്പോൾ പ്രതിരോധിക്കാൻ ഒരാളുകൾ വേണം എന്ന് പറയുമ്പോൾ വസന്തയോട് അങ്ങനെ പ്രതിരോധിക്കണമെന്ന് എന്തെങ്കിലും തീർച്ചയായിട്ടും അല്ല, എന്നോട് അങ്ങനെ ആവശ്യപ്പെടാൻ എന്നോട് അവർ ആവശ്യപ്പെട്ടത് പിന്നെ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇപ്പോൾ മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ മാർക്കറ്റിംഗ് ടാലൻറ്റഡ് ആണെന്ന് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ നല്ല മാർക്കറ്റിങ്ങിന് സ്കോപ്പുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഇവിടെ ഇല്ലേ താമസിക്കുന്ന വണ്ടിയുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയിട്ട് ഗ്രൂപ്പായിട്ട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് വിസിറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 10% നമുക്ക് കമ്മീഷനായിട്ട് തരും. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ സാലറി കൂടാതെ കമ്മീഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് എൻ്റെ ഫാമിലി കുറച്ച് കംഫർട്ടബിളായിട്ട് ഈ 3 കുഞ്ഞുങ്ങളെയും നോക്കി മോളെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് ഇത്രയാക്കിയത്. അപ്പം അങ്ങനെയൊക്കെ വേണേൽ ഞാൻ സാധാരണ ഒരു കുട്ടിയേക്കാൾ കൂടുതൽ ചിലവാക്കണം. പിന്നെ കുഞ്ഞങ്ങനെ ആണെങ്കിൽ ആക്കിയാലേ പറ്റുള്ളൂ. പിന്നെ അല്ല, നമ്മളൊന്നും ചിലവാക്കാൻ, അതല്ലേ നമ്മൾ പറയുന്ന പല വീട്ടിലും കൊച്ചകത്തളത്തിൽ കിടക്കുന്ന എന്താണ്, അവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ല. ഒന്നാമത് കുട്ടി അങ്ങനെ ആകുമ്പോൾ തന്നെ അമ്മ ഡൗൺ ആകും, പിന്നെ അച്ഛൻ അതിനേക്കാൾ കൂടുതൽ ഡൗൺ ആകും. അപ്പം പിന്നെ ഒരു പുറത്തിറങ്ങാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി അതിന് ചിലവാക്കുന്നത് വേസ്റ്റാണെന്ന്. നേരെ മറിച്ച് ഇപ്പോൾ ഈ കുട്ടി പാലായിൽ MBBS പഠിക്കുവാണെങ്കിൽ എവിടുന്ന് ലോൺ എടുത്ത് വീട് വിറ്റ് പോത്തില്ലേ. അപ്പം ആ 2 കാഴ്ചപ്പാടാണത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല, എൻ്റെ ലൈഫിന് ശേഷം എന്തെന്ന് ചോദിച്ച് സമൂഹത്തോടല്ല ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ഭരണസാരഥ്യത്തോടല്ല ചോദിക്കേണ്ടത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ കാലശേഷം ആരാണ്, ഇപ്പം എൻ്റെ കാലശേഷം ഇങ്ങറ്റം ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എൻ്റെ മോളെ നോക്കിയാൽ ഒരു സ്വീറ്റായിട്ടായിരിക്കും നോക്കുന്നത്. അത്രയ്ക്ക് ക്വാളിറ്റി നമ്മൾ ആ കൊച്ചിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ട്രെയിൻഡബിളാണ്. എത്ര ഈ ഓട്ടിസം അല്ലെങ്കിൽ MR എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആയാലും മൈൽഡ് ആയാലും ഏകദേശം ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിന് മുന്നേ ഉള്ളവരെല്ലാം ട്രെയിൻഡബിളാണ്. അതുകൊണ്ടാണല്ലോ ഇവർക്കുള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുന്നത്. ഇല്ലേ, ഒരിക്കലും പറ്റത്തില്ല. എന്നിട്ട് ഈ അവിടെ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അവിടെ എത്തിച്ചേരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നപ്പോൾ ഞാൻ ഒരു മൂളിപ്പാട്ട് പാടി. ആ പാട്ട് മോളിൽ നിന്ന് കാണാതെ പാടും. കാരണം എന്തുകൊണ്ട്, അന്ന് ആ സമയം മുതൽ ഞാൻ പാടുക. ആ കുട്ടിയെല്ലാം ഞാൻ എഴുതി പഠിപ്പിച്ചില്ലല്ലോ, അതിന് വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞൂടല്ലോ. അതിനിപ്പോൾ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അറിയത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ മാരിവില്ലിൻ തേൻ മലരെ എന്ന് പറഞ്ഞാൽ മാരിവില്ല് കൊച്ചിനറിയാമോ? തേൻ മലരെന്ന് പറഞ്ഞാൽ അറിയാമോ? അർത്ഥം അറിയാമോ? അറിയത്തില്ലല്ലോ. ആ അർത്ഥം നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പാടുന്ന ഫീൽ എന്താണ്, താളം എന്താണെന്ന് ആ കൊച്ചിൻ്റെ ഹൃദയത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു അയലത്തെ പെണ്ണിന് പറ്റുമോ? അയലത്തെ ഒരാൾക്ക് പറ്റുമോ? ഇല്ലല്ലോ, നമുക്കല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. അപ്പം ഞാൻ ആ മൂളിപ്പാട്ട് പാടുക, ഞാൻ അറിയുന്നില്ലല്ലോ, കൊച്ചിത് ഗ്രാസ്പ് ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ ചുമ്മാതിരിക്കുമ്പം നമ്മുടെ മനസ്സ് വേറെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ മൂളിപ്പാട്ട് പാടുക. ഇങ്ങനെ പാടി വരുമ്പം കുഞ്ഞ് പൊടിയായിട്ട് കൈ അനക്കുന്നു, വിരലനക്കുന്നു എന്ന് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും ഞാൻ അറിയുന്നത്. ഞാൻ പല അസ്വസ്ഥത കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴെങ്കിലും സ്വസ്ഥമായി ഞാൻ ശാന്തമായി ഇരിക്കുമ്പോൾ ഞാനിത് മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ ഈ കുഞ്ഞു കൈ അനക്കി, അപ്പോൾ ഇതിന് ശ്രവണത്തിന് കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ പാടുമ്പോൾ അത് ചെറുതായിട്ടിങ്ങനെ അനങ്ങുന്നു. അപ്പം അതിലൂടെയാണ് നമ്മളിത്, അല്ലാതെ ഒരു ദിവസം 20 വയസ്സാകുമ്പോൾ ചെന്ന് എന്തെങ്കിലും ചെയ്ത് അത് പഠിക്കത്തില്ല, അതിനറിയത്തില്ല. ഈ DAC-യിലേക്ക് എത്തിയത് എങ്ങനെയാണ്? DAC-യിലേക്ക് എത്തിയത് എൻ്റെ വീട്ടിനടുത്തൊരു ഒരു ദിവസം ഞാൻ പിന്നെ ഒരു മീറ്റിങ്ങിൽ അപ്രതീക്ഷിതമായിട്ടൊരു ഗ്രൂപ്പ് ഇങ്ങനെ, ഞാൻ അങ്ങനെയാണ് മോളുമായിട്ട് ഞാനിങ്ങനെ വെറുതെ പോയിട്ട് എവിടെയെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കി കയറിയിരിക്കും. ഇപ്പോൾ നടക്കുകയൊക്കെ എല്ലാം ചെയ്യും. ഒരുപാട് പ്രായമായി കുഴിയൊക്കെ വെട്ടി അതിനകത്തൊക്കെ ഇരുത്തിയാണ് ഇപ്പം ഇങ്ങനെ എല്ലൊക്കെ ബോണൊക്കെ. അങ്ങനെ ഞാനൊരു മീറ്റിങ്ങിന് പോയി ഇതെല്ലാം. അപ്പോൾ ഓട്ടിസമുള്ള കുട്ടികളുടെ ശങ്കരമംഗലത്തുള്ള കരുണ സ്കൂളിൻ്റെ നേതൃത്വം. അപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞാൻ അവിടെ കയറി. എന്നെ പ്രത്യേകിച്ച് ആരും ഇൻവൈറ്റ് ചെയ്തില്ല. ചെന്ന് ഇരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഏതെങ്കിലും ഒരു പേരൻറ്റ് വന്നിട്ട് ഇന്ന് ഇവിടെ നടന്ന ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ സ്വയം ട്രെയിൻഡബിൾ ആണല്ലോ, ട്രെയിനിങ് ചെയ്യാൻ. അപ്പോഴത്തേക്കും ഒരു പേരൻറ്റും പോകത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഇവിടെ നിങ്ങൾ ക്ഷണിക്കാതെ വന്ന അമ്മയാണ്, എനിക്ക് 2 വാക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, മോളൊന്ന് കളിക്കാനും കൂടി. പറ്റും പിന്നെന്താന്ന് പറഞ്ഞു. ആദ്യം കൊച്ച് കളിച്ചു. അതിനുശേഷം ആ ICDS ഓഫീസർ ഒരു റോസാപ്പൂവൊക്കെ കൊടുത്തു ഗിഫ്റ്റായിട്ട്. എന്നിട്ട് ഞാൻ എണീറ്റ് 2 വാക്ക് ഇതിനെക്കുറിച്ച്, ഈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇതെല്ലാം പോയിക്കഴിഞ്ഞ് ഇവരെ എൻ്റെ ഫോൺ നമ്പർ മേടിച്ചു.
ICDS ഓഫീസർ. മേടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ട്രിവാൻഡ്രത്ത് മുതുകാടിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ പോയാൽ കുറച്ചുകൂടി ട്രെയിനിങ് കിട്ടും, അപ്പോൾ അതിന് അങ്ങോട്ട് പോകുന്നതിന് ഞാൻ ഒരു ലിങ്ക് തരാം, അതിലൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ലിങ്ക് തന്നു. ഞാനതിൽ കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്യുന്ന ആ സമയത്ത് ഇവരുടെ ഒരു സഹയാത്ര എന്ന് പറഞ്ഞൊരു പരിപാടിയുടെ ആയിരുന്നു, സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏതാണ്ട് ഒരു പരിപാടി. അപ്പോൾ ഇവർ പിന്നെ നമ്മളതിന് വിളിച്ചില്ല, അറിയിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, എന്താണ് നമ്മളെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു, അത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, ഇനിയൊരു പരിപാടി ഇവിടെ ഉണ്ട്, അന്നേരം ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇവരുടെ ഒരു അറിയിപ്പ് വന്നു, ഒരു ലിങ്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് അയക്കണം. അങ്ങനെ ഞാൻ ഫില്ല് ചെയ്ത് അയച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലെറ്റർ അയച്ചു, നിങ്ങൾ ഇന്ന ദിവസം ഓഡീഷന് വരണം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ, ഹസ്ബൻഡും മക്കളെല്ലാവരും കൂടെ ഞങ്ങൾ ഓഡീഷന് പോയത്. ഒരു ഉത്സവമായിട്ട് തന്നെയാണ് പോയത്. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിനും അത്യാവശ്യം അമ്പിളി ദേവിയുടെ വേദിയിൽ അത് ഞാൻ പറയാം, അതും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ പോയി, ഞങ്ങൾ ഓഡീഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ മെയിൽ വന്നു, ഇന്ന പോലെ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് അവിടെയുമായിട്ട് വലിയ ടച്ച് ഇല്ലാത്തതുകൊണ്ട് താമസിക്കാൻ എങ്ങനെയാണെന്തെങ്കിലും. അപ്പോൾ അവർ പറഞ്ഞു, അത് പുറത്ത് വീടെടുക്കണം, നമ്മളൊരു നമ്പർ തരാം പുറത്ത്, അതിൽ ചോദിച്ചിട്ട് നിങ്ങൾ വീടെടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ പോകണ്ടെന്ന് ഹസ്ബൻഡോ മക്കളോ പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കായി. കാരണം കുഞ്ഞിനെ കുറേ കൂടി ഇതുവരെ ഇട്ട എഫർട്ടിൻ്റെ ഒരു പരിണിത ഫലം എന്നുള്ളൊരു മെച്ചപ്പെടുത്തണം. നമ്മുടെ ഈ ഇട്ട എഫർട്ടൊന്നും വിഫലമാകാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ പോയിട്ട് അവിടെ ചെന്നു. അങ്ങനെ ചെന്നു. അപ്പം നമ്മുടെ ഒരു പപ്പാടെ ചേട്ടൻ്റെ മോനുണ്ട് അവിടെ ട്രിവാൻഡ്രത്ത്. പപ്പ എന്നിട്ട് അവർ പോയിട്ടൊരു വീടൊക്കെ കണ്ടു. അപ്പോൾ അതിനകത്ത് തന്നെയുള്ള ഒരാളുടെ നമ്പറാണ് തന്നെ. നമ്മൾ പുള്ളിയുടെ സഹായത്തോടു കൂടി, അപ്പോൾ ഇങ്ങനെ കാലിനൊക്കെ സുഖമില്ലാത്തതാണ്, കമ്പിയൊക്കെ കിടക്കുന്നത്, എനിക്ക് 2 സർജറിയൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ മുകളിലൊക്കെ ഭയങ്കര പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് താഴെയൊക്കെ വേണമെങ്കിൽ വലിയ റെൻറ്റ് വേണം, അപ്പോൾ മുകളിലാകുമ്പം കുറച്ചുകൂടി കുറഞ്ഞൊരു 10,000 രൂപ അല്ലെ അതിനകത്തൊക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു 8,000 രൂപയ്ക്ക് ഒരു വീട് മുകളിൽ തന്നെ ഈ കാലുമായിട്ട് കയറണം. അപ്പോൾ നമുക്ക് കാരണം ഞാനിവിടുന്ന് ഇപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് അപ്പോൾ ഈ കൊറോണ സംബന്ധിച്ച് നാട്ടിൽ വന്നപ്പം പുള്ളിക്ക് പിന്നെ ജോബില്ല. പുള്ളിക്ക് അതിൻ്റെതായ മാനസിക സംഘർഷമുണ്ട്. അത് നമ്മൾ പറയുന്നതിനപ്പുറമാണ്. അത് ഒന്നാമത് പുള്ളിയുടെ മുമ്പിൽ കുഞ്ഞ് ഒരു ചോദ്യചിഹ്നം, ഇതിൻ്റെ പുറകിന് കാലിൽ കമ്പിയിട്ടാൽ ഞാനിങ്ങനെ നടക്കുന്നത് പിന്നെ ഒരു പ്രശ്നം, പിന്നെ പുള്ളിക്ക് ജോബ് ഇല്ലാത്ത ഒരു പ്രശ്നം, ഇടിവെട്ടിയ ആളുടെ തലയിൽ 2-3 പാമ്പ് കടിച്ചു. അങ്ങനെ ആയപ്പോഴത്തേക്കും അത് വീട്ടിൽ ഭയങ്കര സംഘർഷം. അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി. പിന്നെ എങ്കിലും നമ്മളൊരു പരുവം ഈ കൊച്ചിനെയും കൊണ്ട് എങ്ങനെയും അവിടെ എത്തി കുറച്ചുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കണമെന്നൊരു തീരുമാനത്തിൽ അങ്ങനെ പോയി. അവിടെ ചെന്നു അപ്പോൾ നമ്മൾ ഒരു മെയിൻ ഗേറ്റിൽ നിന്ന് 1 കിലോമീറ്ററിനകത്തുണ്ട്, സ്കൂളിനകത്തിയല്ല, ഇൻഫ്രാ പാർക്ക് എന്ന് പറയുന്ന മെയിൻ ഗേറ്റിനകത്ത്. അപ്പോൾ ഇവരുടെ ബസ്സുണ്ട്. ആ ബസ്സിനകത്താണ് നമ്മൾ അകത്തേക്ക് പോയാൽ ഒരു 400 മീറ്ററിനിപ്പുറം വരെ ഈ സ്കൂൾ ബസ് അതിനകത്ത് വരെയില്ല, അവരുടെ കോമ്പൗണ്ടിനകത്തൊക്കെ ഇടാം. പിന്നെ ഇതിനകത്ത് കുറേ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെയൊക്കെ കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നത് കൊണ്ട് ഇവരുടെ സ്പേസ് എവിടെ, ഇവരൊരു ഇച്ചിരി കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ പിന്നെ നമ്മളത് കുറ്റക്കാരാകും. അവർ വിളിക്കുന്നു, അവിടെ ചെന്ന് കാറിടും, വണ്ടി ഇടുന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാറൊന്നും എവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിനകത്ത് 1-2 പേരോട് ബന്ധപ്പെട്ട് ഈ വീടെടുത്ത് തന്ന ആളിനോട്, അയാൾ അവിടുത്തെ ആയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഓളിനാളെന്ന് ഭാവിക്കുന്ന വേറെ 1-2 ഓഫീസർമാരോടും എല്ലാം ഞാൻ എൻ്റെ സാഹചര്യം പറഞ്ഞു. പിന്നെ ഇങ്ങനെയാണ്, എനിക്ക് കാലിന് ബുദ്ധിമുട്ടുണ്ട്, 2-3 സർജറി കഴിഞ്ഞ് കമ്പി കിടക്കുന്നത്, എനിക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഒരു താമസ സൗകര്യം എന്തെങ്കിലും ഒന്ന് തരാനായിട്ട് ഏതെങ്കിലും തരത്തിൽ വിചാരിച്ചാൽ പറ്റുമോ? ഒന്നും നടക്കത്തില്ല, ഇവിടെ അങ്ങനെയൊന്നും സ്പേസേ ഇല്ല എന്ന് പറഞ്ഞു. തീർത്ത് പറഞ്ഞവർ ആലോചിക്കട്ടെ പിടിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ഇനി കാറെങ്കിലും നമ്മളൊന്ന് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നിറങ്ങി എന്നുള്ള ഇങ്ങോട്ട് കയറും, അങ്ങോട്ട് പോരുത് അകത്തോട്ട് പോരുത്. എന്നാൽ അവർ ഫിൽറ്റർ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വരാം. നമ്മുടെ കാറ് നമ്മളെ വാതിക്കോട്ട് ഇറങ്ങിയിട്ട് ഇതുപോലുള്ള കുട്ടികളുടെ അച്ഛന്മാരൊക്കെ കാറിൽ കുട്ടികളെ കൊണ്ടുവരുന്നവരുണ്ട്. ആ അച്ഛന്മാർക്കൊക്കെ ഈ സ്ഥിതി, നമ്മുടെ ബാച്ചിൽ വന്ന അച്ഛനും അമ്മമാർക്കും ഒക്കെ നമ്മുടെ സാഹചര്യങ്ങൾ ഒരു പരിവാ അറിയാം. അപ്പോൾ ചില അച്ഛന്മാർ പറയും, മാഡം കുട്ടിയായിട്ട് ഇറങ്ങിക്കോ, ഞാൻ കാർ കൊണ്ടുവന്ന് പാർക്കിങ്ങിൽ ഇട്ടിട്ട് നടന്നു വരാം. അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കുന്ന അച്ഛന്മാരുണ്ട്. അതുപോലെ പാർക്കിങ്ങിൽ കാറിട്ടിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ഏതെങ്കിലും അമ്മമാർ കുട്ടികളുമായിട്ട് ഓട്ടോറിക്ഷ വന്നാൽ ഓട്ടോറിക്ഷ നിർത്തി ആ അമ്മ ഇറങ്ങിയിട്ട് എന്നെ കയറ്റി ഇരുത്തി, പൊയ്ക്കോ ചേച്ചി പൊയ്ക്കോ, ഞാൻ നടന്നു വന്നോളാം. അത്രയും മനസാക്ഷി ഇവിടെ നിൽക്കുന്നവർക്കില്ല, മനസ്സിലായി. അങ്ങനെ ഒത്തിരി അമ്മമാരും അച്ഛന്മാരെയും അവിടെ ഞാൻ കണ്ട് നമ്മുടെ കൂടെയുള്ള. അപ്പം അതൊക്കെ ഒരു അനുതാപത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനസ്സ് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഓട്ടോയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അവിടെ 400 മീറ്റർ ആകുമ്പോൾ നടന്നാ വരുന്നത്, എന്നെ കയറ്റി വിട്ടിട്ട്.
മനസ്സിലായില്ലേ? അങ്ങനെ എന്നിട്ട് അവിടെ ക്ലാസ് തുടങ്ങി. അവിടെ വന്ന് അപ്പം നമ്മൾ അവിടെ ചെന്നിരുന്നു. ഇരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മാസം 1.5-2 മാസത്തോളം നമ്മൾ ആ ഓഡിറ്റോറിയത്തിൽ തന്നെ ഇരിക്കുക. അല്ലാതെ അവിടെ ഒരു ക്ലാസ്സില്ല. അവിടെ ഇങ്ങനെ ചിത്ര ചേച്ചി പാടുന്നു, ONV സാർ വന്നു. ഉടനെ അവർ ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഈ മാസ്മരിക ലോകം കണ്ടപ്പോഴത്തേക്ക് അപ്പം തന്നെ ONV സാർ എഴുതിയ കവിതയാണിതെന്നും പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിൽ കാണിക്കുന്നു. വിഷ്വൽസ്, മലകൾ, പൂക്കൾ, കായ്കൾ, കിളികൾ, അരുവികൾ ഇങ്ങനെ കാണുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ നൊന്ത് വെന്തിരിക്കുന്നതുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ നല്ലൊരു അനുഭൂതിയാണ്, സന്തോഷമായി. പാട്ട്, കവിത, നല്ല ഇതൊക്കെയാണ്. മോളുണ്ട്, പിള്ളേരുമായിട്ടിരിക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുക. കുറേ നാൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചുങ്ങളെ മാത്രം അകത്തോട്ട് വിടുന്നൊരു സംഭവം ഉണ്ടായി. ആദ്യം കുറച്ച് നാൾ കൊച്ചുങ്ങളുണ്ടായിരുന്നു, പിന്നെ കൊച്ചുങ്ങളെ അകത്തോട്ട് ഒരു സ്ഥലത്തേക്ക് കൊച്ചുങ്ങളെ വിടുന്നു. അപ്പം നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് ഒരു ബാച്ച് ഉണ്ട് അവിടെ. അവരെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്, ഇവർ നാടിൻ്റെ പല ഭാഗത്തുനിന്ന് അവിടെ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ആ ബാച്ചിൽ ഒരാൾ പോലും പുറത്ത് റെൻറ്റിന് താമസിക്കുന്നവരില്ല. 5 പേർക്ക് അവിടെ സ്ഥിരം കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഡേ കെയറുകാരാണ്. 5 പേരേ ഉള്ളൂ റെസിഡൻഷ്യൽ. അതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുക. ഇവരെ എല്ലാത്തിനും പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ ഇവരെ പഠിപ്പിച്ചാൽ വേറൊരാളെ പഠിപ്പിച്ചെടുത്താൽ അവരുടെ അസറ്റ് ആവുന്നില്ലല്ലോ. അപ്പം ഞാൻ പഠിപ്പിച്ചോണ്ടി എന്ന കൊച്ച്, ആ കൊച്ചിനെ പഠിപ്പിച്ച് ആ കൊച്ചിങ്ങി പോരുമ്പോൾ നമ്മുടേതായിട്ട് ഇങ്ങി പോരത്തില്ലേ? അവിടെ എഗ്രിമെൻറ്റോട് കൂടി വില്ലയും കൊടുത്ത് ഫുഡും കൊടുത്ത് സാലറിയും കൊടുത്ത് വെച്ചാൽ അവർ പോകത്തില്ലല്ലോ. പിന്നെ അവിടെ ഗ്രൗണ്ട് പോകാത്ത ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അപ്പം ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ മറ്റു കുട്ടികൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഡേ സ്കോളേഴ്സ് അന്നുള്ളവര്. പക്ഷെ ഞങ്ങളുടെ ബാച്ചിൽ ചെന്നവരങ്ങനല്ല. കണ്ണൂര്, കോട്ടയം, എറണാകുളം, പിന്നെ തിരൂരങ്ങാടി, പിന്നെ ഒരുപാട് കോഴിക്കോട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടുന്ന് എന്തോ ഒരു നമ്മൾ അത്ഭുതമായ എന്തോ ഒരു വസ്തു നമ്മുടെ കുഞ്ഞിന് കിട്ടും. ഒരു പക്ഷേ വയലൻ്റ് എടുക്കുന്ന കൊച്ചായാലും എന്തെങ്കിലും നമ്മൾ അറിയാത്തൊരു, അപ്പം അതിനുള്ള ക്ലാസ്സൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഓരോരുത്തർ വന്ന് പിന്നെ പ്രത്യേകിച്ച് പുള്ളിയും വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായി ഇവിടെ വരണം, നിങ്ങൾ ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? സ്ഥിരമായി ഇവിടെ വരണം. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, സ്ഥിരമായി വരുന്നത് ഇവിടെ ഈ ആളുകൾ വരുമ്പോൾ ഏത് സമയത്ത് വൈകിട്ട് എല്ലാ ദിവസവും വിസിറ്റേഴ്സ് ഉണ്ട്, അവിടെ ഓഡിയൻസ് ഉണ്ട്. അവിടെ 3 കാറ്റഗറി. 1 അന്തേവാസികൾ, ഞങ്ങൾ. 2 ഗസ്റ്റ്, 3 ഓഡിയൻസ്, അല്ല വിസിറ്റേഴ്സ്. ഓഡിയൻസ്, വിസിറ്റേഴ്സ്, ഇതാണ് കാര്യം. അപ്പം അതിന് ഒരു സെക്ഷൻ മാജിക്, ഒരു സെഷൻ സർക്കസ്, ഒരു സെഷൻ നാടകം, ഒരു സെഷൻ കുട്ടികളുടെ ഭിന്നശേഷി കുട്ടികളുടെ പാട്ട്, ഭിന്നശേഷി കുട്ടികളുടെ ഡാൻസ്, ഭിന്നശേഷി കുട്ടികളുടെ ചെണ്ട, വയലിൻ, ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് ഇങ്ങനെ പണ്ട് ഉപയോഗിച്ചിരുന്ന തിയേറ്ററുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിരിക്കുക. അതിൽ നമ്മുടെ കുട്ടികളെ ഈ ഡാൻസ് ചെയ്യുന്ന ഒരു കരിങ്കൽ ഭിത്തിയുള്ള ഒരു തിയേറ്ററാണ്. അതിൻ്റെ പേര് ജാലിയോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയും ചെന്നാൽ നമ്മുടെ മനസ്സിന്, ഇപ്പോൾ പണ്ടത്തെ പിന്നെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ കരിങ്കൽ ഭിത്തികളുള്ള ചിത്ര തൂണുകളുള്ള അവിടേക്കൊക്കെ ചെന്നിരിക്കുമ്പോൾ കളർ ലൈറ്റുകളും പിന്നെ മ്യൂസിക്കുകളും ഒക്കെ ഇടുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, എന്തൊരു സ്വച്ഛമായ അന്തരീക്ഷം ഇവിടെയൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് കാണുക എന്ന് പറഞ്ഞാൽ എന്ത് അത്ഭുതം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ കുറേ വികൃതികൾ കാണിക്കുന്നവർ കാണും, അവരെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും വികൃതി കാണിക്കുന്നവരെ ഞങ്ങളിവിടെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ്? നമ്മൾ എത്ര വയസ്സായപ്പോഴാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നത്? നമ്മൾ എത്ര വയസ്സിലാണ് ഈ മൂളിപ്പാട്ട് പാടിത്തുടങ്ങിയത്? ഈ ചലനാത്മകത തിരിച്ചറിഞ്ഞത് എവിടെയാണ്? അത് ഡെവലപ്പ് ചെയ്തത് ഏത് വഴിയിൽ കൂടെയൊക്കെയാണ്? ഇതിനൊന്നും അവിടെ പ്രസക്തിയില്ല. എല്ലാം അവിടെ കാണിക്കുന്നതെല്ലാം അവിടെ നിന്ന് സൃഷ്ടിച്ചതാണ് എന്ന തരത്തിലാണ്. അപ്പോൾ വരുന്ന വ്യക്തികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്നവർക്ക് നമ്മളെപ്പോലെ വിവിധ ചിന്തകളുള്ളവരാണല്ലോ. അവരപ്പോൾ എൻ്റെ പൊന്നോ, കുഞ്ഞ് കളിക്കുന്ന കളിയുണ്ടില്ലേ എന്ന് പറഞ്ഞ് അവരിങ്ങനെ എമ്പതിയും സിമ്പതിയും അവർക്ക് നിർവചനിക്കാൻ പറ്റാത്ത ഒരു വികാരത്തോടു കൂടി അവരിങ്ങനെ വരുമ്പോഴത്തേക്ക് അമ്മമാർ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വരുമ്പം അവിടെ ഒരു ഇൻട്രോ ഉണ്ട്, അതിനൊരാളെ തയ്യാറാക്കി വെച്ചിരിക്കുക. അയാൾ ഇങ്ങനെയാണ് പറയുന്നത്. ആദ്യം ഒരു വെൽക്കം സോങ്, അത് മലയാളത്തിലുള്ളതല്ല, ഞാൻ നിൽക്കുമ്പോൾ കന്നഡയിലതാണ്. അപ്പോൾ തെരുവിന മക്കളെ, ഇതാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ ഇത് കന്നഡയിൽ തെരുവിലൊക്കെ ഓടിക്കളിച്ച് സന്തോഷമായി നടക്കുന്ന കുഞ്ഞുങ്ങളെ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇത് മലയാളിക്ക് അറിയത്തില്ലല്ലോ.
മലയാളി തെരുവിലെ ചെരുവിനെ മക്കളെ എന്ന് പറയുമ്പോൾ തെരുവിലെങ്ങാണ്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളെ എന്നെങ്ങാണ്ടാന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, ഞങ്ങൾക്ക് അറിഞ്ഞൂടില്ല കന്നഡ. അപ്പം ഞങ്ങൾ പറഞ്ഞു പാട്ടൊക്കെ പാടുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കിടക്കുന്ന കുഞ്ഞുങ്ങളെ എന്നാണോ എന്നൊരു അലിഗേഷൻ ഞങ്ങൾ തന്നെ ഈ സെക്കൻഡ് ഞങ്ങൾ ചെന്ന ബാച്ചുകാർ ചോദിച്ച് ഈ പാട്ടങ്ങ് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞ പല അമ്മമാരും ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം ആദ്യമുള്ളവർക്ക് ഈ പാട്ടാണ് അവരുടെ ശുക്രനക്ഷത്രം. ഈ പാട്ടും ഇതിൻ്റെ സംഗീതം എല്ലാം കൂടെ കേട്ട് കേന്ദ്രമന്ത്രിമാർ വരെ ഹൃദയം തകർന്ന് എൻ്റെ അമ്മ ഇതെന്താണ് ഈ സംഗീതവും ഈ കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും ഒക്കെ അനുഭവിച്ച് കൂട്ടുന്നത്. അവർ ഉടനെ ഒരു 500-ൻ്റെ 2000-ൻ്റെ ഒരു നോട്ട് എടുത്തിട്ട് ഒരു പേന തരുമെന്ന് പറഞ്ഞ് 10 രൂപയുടെ പേനയും മേടിച്ച് ബാക്കിയും കൊടുത്തിട്ട് അങ്ങ് പോവുക. ഇത് വിൽക്കാൻ നിൽക്കുന്ന അമ്മമാർക്ക് ഇവരിങ്ങനെ ഇത്രയൊക്കെ. അപ്പോൾ ഒരു ഇൻട്രോ അതിന് ശേഷം, ഈ പാട്ടിന് ശേഷം ഒരു ഇൻട്രോ. അത് നിങ്ങളൊക്കെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് രക്ഷപ്പെട്ടത്. മുതുകാട് സാറിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങളിങ്ങനെ ജീവിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അപ്പുറത്തിരിക്കുമ്പോൾ ഞങ്ങളിവിടെ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, ഞങ്ങൾക്ക് വരുമാനമുണ്ട്, ഞങ്ങൾ ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരുടെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ കഴിയുന്നതെന്നൊക്കെ പറയുമ്പം അതുവരെ ഉണ്ടാക്കിയെടുത്ത ഐഡൻറ്റിറ്റി ഉള്ള ഒരു പേരൻറ്റിനും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഞാൻ ജോലി ചെയ്ത് വെയിൽ കൊണ്ട് ആൾക്കാരെ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞാൽ അറിയാം, അത്രയും ചെയ്ത് ഈ 3 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഗൾഫിൽ. അപ്പം നമ്മുടെ ഒറ്റപ്പെടിയിൽ ആലോചിക്കണം, 2 ആൺകുട്ടികൾ, പെൺകുട്ടികളെക്കാൾ പ്രയാസം ആൺകുട്ടികൾ. വീട്ടിൽ അമ്മയില്ലെങ്കിൽ പിള്ളേർ തോന്നുന്ന പോലെ അങ്ങ് ഇങ്ങനെയൊക്കെ നടക്കും. സ്കൂളിൽ സ്ട്രൈക്ക് എല്ലാം ചെൽപ്പടിക്ക് നിർത്തണം, ഫിനാൻഷ്യൽ മാനേജ് ചെയ്യണം, അച്ചടക്കം, ട്രെയിനിങ്, അങ്ങനെ തീച്ചൂളക്കകത്ത് കിടക്കുന്ന നമുക്ക് ചെലവിനെ മക്കളെയൊന്നും നമ്മുടെ ഹൃദയത്തിലോട്ട് ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മുടെ ചെലവിനെ മക്കളല്ലല്ലോ. അല്ല, നമ്മളത് തെരുവിൽ സന്തോഷിച്ച് കളിച്ച് നടക്കുന്ന, കണ്ണിന് സന്തോഷം ഉണ്ടാക്കുന്ന മക്കളല്ല നമ്മൾ. അവിടെ അങ്ങനെയുള്ള കുട്ടികൾ ആരും കാണുകയില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഞങ്ങൾ സെക്കൻഡ് ബാച്ച് വന്ന കുറേ ഞങ്ങളമ്മമാർ പതുക്കെ പറയാം, ഇതെന്താ പാട്ടാ, ചെലവിനെ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മോശമായിട്ട് തോന്നുന്നു, വേറൊരു പാട്ട് നമുക്ക് എടുക്കാം. അത് പറ്റത്തില്ല, സാറിന് ഇഷ്ടപ്പെട്ട പാട്ടാണ്, MB ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പാട്ടാണ്, അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പുറകിലൊക്കെ മാറി. അപ്പം എനിക്ക് നിൽക്കാനും നടക്കാനും ബുദ്ധിമുട്ടുള്ള നമ്മുടെ കസേര കിടക്കുന്നുണ്ട്, പുറകിലേ ഇരിക്കുകയാണ് നമ്മൾ, ഇതിലൊന്നും ഇടപെടാതെ. അപ്പം ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ദിവസം. എന്നിട്ട് ചായക്ക് രാവിലെ അവിടുന്ന്, അപ്പോൾ അവിടെ ഒരു ഓഫീസിൽ, അപ്പോൾ എനിക്കവിടെ കുറച്ച് അവിടെ ഒരു ഇലക്ഷൻ നടന്നു, അതിലൊരു ട്രഷററായിട്ട് ബാങ്കിൽ വർക്ക് ചെയ്തതുകൊണ്ട് എന്നെ അവരെടുത്തു. അപ്പോൾ 1 മാസം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ ഒരാൾ അവിടെ വർക്ക് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് മനസ്സിലായി. 1 മാസം കൊണ്ട് അത് അങ്ങനെ ഇരുന്നോട്ടെ, അത് പോട്ടെ, ആ ഭാഗങ്ങൾ നമുക്കിപ്പോൾ നമ്മുടെ പ്രസക്ത വിഷയമല്ല. 1 മാസം കൊണ്ട് മനസ്സിലായി നമ്മളിവിടെ അക്കൗണ്ടിങ് ഇല്ല, ഡെബിറ്റ് ഇല്ല, ക്രെഡിറ്റ് ഇല്ല, ക്യാഷ് ബുക്ക് ഇല്ല, പിന്നെ ഇൻവേർഡ് ഇല്ല, ഔട്ട്വേർഡ് ഇല്ല, റെസിപ്റ്റ് ബുക്ക് ഇല്ല, ഒന്നുമില്ല. പേപ്പറിനകത്ത് എഴുതുന്നു, ഒരു ബോക്സിലിട്ട് പൈസ ഇട്ട് അടച്ചു വെക്കുന്നു. അപ്പോൾ ഞാൻ ഓഫീസിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സംവിധാനത്തിൽ കൂടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് പിന്നെ അക്കൗണ്ട്സ് ഉണ്ടാക്കണം. അത് ശരി മാഡത്തിന് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ക്യാഷ് ബുക്കൊക്കെ ആദ്യമായിട്ട് അതിൻ്റെ എല്ലാവരുടെയും ഹാൻഡ് ഓവർ ചെയ്തു, അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു. 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഡൊണേഷൻ്റെ വരവ്, ആവശ്യമില്ലാതെ ഡൊണേഷൻ. അപ്പോൾ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ അതിൽ പെടുത്തും എന്നൊരു ധാരണ എനിക്ക് ഉണ്ടാകേണ്ട ചില സംഭവങ്ങളുണ്ടായി. അപ്പം ഞാൻ അവിടെ പറഞ്ഞ് കാലിന് സുഖമില്ല, മോളിൽ കയറി വന്ന് എല്ലാ ദിവസവും നമ്മൾ കണക്കിൽ കുഴപ്പം കാണിച്ചു എന്ന് വരുത്താനുള്ളൊരു പരിശ്രമം അവിടെ നടക്കുന്നതായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സംഭവങ്ങൾ എനിക്ക് തോന്നി. ഒരൊറ്റ മാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 1 മാസം കൊണ്ട് എന്താവാനാ, നമ്മൾ ചെന്നതല്ലേ ഉള്ളൂ, പഠിച്ചു വരണ്ടേ. അപ്പം എങ്കിലും ഈ പെട്ടിയിലിട്ട് അടയ്ക്കുന്നു, പിന്നെ അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ക്യാഷ് കൗണ്ടറില്ല, ഇങ്ങനെ മേടിച്ച് പെട്ടിയിലോട്ട് വെച്ച് നാളെ കണ്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം പറയാം, വീട്ടിൽ നിന്ന് പൈസയൊന്നും എടുത്തുകൊണ്ട് വരാനില്ല, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു നല്ല ഒരു പെണ്ണുണ്ട്, ആ പെണ്ണെന്നോട് പറഞ്ഞ്, അത് ചേച്ചി ബാങ്കിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ചേച്ചിക്ക് അങ്ങനെ തോന്നുക, ഇവിടെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തവരല്ലേ, അങ്ങനെ ചേച്ചി കരുതുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പ്രായിരിക്കാം, പക്ഷേ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആയിരിക്കാം, ഞാൻ അതിനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് പറ്റത്തില്ല. എനിക്ക് സേഫായ ഒരു സ്ഥലം ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ആളിനില്ലാത്തടത്തോളം എനിക്ക് പറ്റത്തില്ല. മാത്രമല്ല എൻ്റെ കാലിന് പ്രശ്നമുണ്ട്, ഈ മോളിൽ കയറി വരാൻ പ്രയാസമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സർവീസ് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ 1 മാസം കൃത്യം ഒരു 16-ാം തീയതി മുതൽ അടുത്ത 16-ാം തീയതി മൊത്തം ഹാൻഡ് ഓവർ ചെയ്തിട്ട് പിന്നെ താഴെ ഞാൻ ഇരിക്കും, മുകളിലോട്ട് കയറി വരത്തില്ല. അപ്പോൾ ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ അമ്മമാരെല്ലാം ഇവിടെ വന്നിരിക്കണം. അല്ല, അവിടുന്ന് കോള് വരും, ഓഡിറ്റോറിയത്തിൽ ഇന്നാര് വരുന്നുണ്ട്, അപ്പോഴത്തെ മന്ത്രി വരുന്നുണ്ട്, അല്ലെങ്കിൽ സെലിബ്രിറ്റി സിനിമാ നടി വരുന്നുണ്ട്, ഉടനെ ഇവിടുന്ന് എല്ലാവരും കൂടെ, ഉടനെ ഇതിൻ്റെ ലീഡർ എല്ലാവരും ഓട്ടോടത്തിലേക്ക് എല്ലാം സാർ പറഞ്ഞിരിക്കുക, എല്ലാവരും ആയിട്ട് കോഴി താറാവ് പോലെ ഇറക്കി എല്ലാവരും പോയിട്ട്. മനസ്സിലായി അങ്ങനെ അവസ്ഥ.
പിന്നെ നമ്മൾ എവിടെങ്കിലും താഴെ ഇരുന്ന് അവിടെ ആരും പോയി. അപ്പം എൻ്റെ അടുത്ത് എല്ലാവർക്കും ഒരു അമ്മമാർക്കൊക്കെ നല്ല സ്നേഹമാവുള്ള അമ്മമ്മ. അപ്പോൾ അവരൊക്കെ ഒന്ന് വിശേഷമൊക്കെ ചോദിച്ചിരിക്കുകയും നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് വന്നിരിക്കും. താഴെ അങ്ങ് പോയിരിക്കാൻ പാടില്ല ആരും. അവർ ഇരിക്കുന്നത് അവർക്ക് അലുവയത്തുണ്ടാ, ബാക്കി ഒരെണ്ണം അവിടെ പോയിരുന്നു പോരുത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണ്ടെന്നുള്ള അങ്ങനെ ആയി. അപ്പം നമുക്ക് പിടികിട്ടി ഇവിടെ ഒരു അജണ്ട, പലതരത്തിൽ അജണ്ട ഉള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യവും കൂടുതലൊന്നും. പിന്നെ കൊച്ചിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുമ്പിൽ ഒരുപാട് ക്വാളിഫിക്കേഷനും അതും ഇതൊക്കെ പറയുന്നെങ്കിലും ഹൃദയത്തിനകത്തുനിന്നൊരു ചേർത്ത് പിടിക്കാത്ത ഒരു ടീച്ചറിനും ഈ കൊച്ചുങ്ങളെ അമ്മമാരെയും സമാധാനപ്പെടുത്താൻ പറ്റത്തില്ല. കറക്റ്റ്. കാരണം ഈ വിഷയം ഹൃദയത്തിൻ്റെ വിഷയമാണ്. ഇതിൻ്റെ വേദന ഹൃദയവേദനയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ മെഡിസിനും ഹൃദയത്തിൽ നിന്നുണ്ടായി വേറൊരു ഹൃദയത്തിലേക്ക് ട്രാൻസ്ഫർ. അങ്ങനെ ഒരവസ്ഥ അവിടെ ഇല്ല. കൊച്ചിൻ്റെ ടീച്ചറിനെ കാണുമ്പോൾ കൊച്ചു പേടിച്ച് മുട്ടൻ വിളി വയ്ക്കുന്നു. ബസ്സിനകത്ത് വൈകിട്ട് കയറി നിന്ന കൊച്ച് ചുമ്മാ നിന്ന് മുട്ടനായിട്ട് കരയുന്നു. കൊച്ചിന് ശബ്ദം വലുതായിട്ട് തൊണ്ടേന്ന് വരാത്ത കൊച്ച് അവിടെ ചെന്നാണ് കൊച്ചിന് ശബ്ദം വന്നത്. അതങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായി. കൊച്ചു ബസ്സിനകത്ത് നിന്ന് ഒരു ദിവസം പൊട്ടിക്കരയുക. ഇതപ്പോൾ എല്ലാവരും എന്താ മോളെ പ്രത്യേകിച്ച് ഒരു സീറ്റ് കിട്ടിയ അപ്പോൾ കൊച്ചിങ്ങനെ അപ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് വിദ്യാസാഗറിനെ നോക്കുന്നത്. വിദ്യാസാഗറിൻ്റെ ഭാര്യ അവർ ഈ കുഞ്ഞിനെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങളൊരു ഫാമിലി പോലെ കഴിയേണ്ട സാഹചര്യം ഉണ്ടായി. അതൊരു നല്ല സ്റ്റോറിയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ കുഞ്ഞിൻ്റെ ഈ ചലനങ്ങൾ മനസ്സിലാക്കി കുഞ്ഞിൻ്റെ ഉള്ളിൽ താളബോധം ഉണ്ടെന്നും നമ്മൾ ഇത്രയും ദുഃഖത്തിലൊക്കെ ആയിപ്പോയപ്പോൾ ഒരു കലയ്ക്കാണ് നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റുന്നതെന്നൊരു വിചാരം എനിക്കുണ്ടായി. അപ്പം ഞാൻ ഓർത്തി കുഞ്ഞിനെ ചെറുതായിട്ടൊന്ന് ഡാൻസൊക്കെ പഠിപ്പിക്കാനായിട്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയാലോ. അന്ന് ഞാൻ വടിയൊക്കെ കുത്തി നടക്കുന്ന പരിപാടി. വടി കുത്തിയാലും കാർ ഓടിക്കും. കാറും എടുത്ത് ഞാൻ ഡാൻസുകാരെ തേടി ഇറങ്ങി. ഞാനൊരു പ്രമുഖയായ ഒരു ഡാൻസ് ടീച്ചറെ. അന്ന് എനിക്ക് അമ്പിളിയുമായിട്ട് കേട്ടറിവേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ അമ്പിളി എന്ന് പറയുമ്പോൾ അമ്പിളി ദേവി. അങ്ങനെ ഞാൻ ഈ ഒരു പ്രമുഖയായ ഒരു അധ്യാപികയുടെ വീട്ടിൽ വന്നു. ഡാൻസ് ബോർഡ് കണ്ടി എന്നതാ, അല്ലാതെ അവരെ അറിഞ്ഞുകൊണ്ടിരുന്നതല്ല. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ അവരും അവരുടെ അമ്മയും ഒക്കെ പ്രമുഖയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഞാൻ അറിയുന്നതാണ്. ഓക്കെ, ചെന്നപ്പോൾ കുറേ കുട്ടികളൊക്കെ പഠിക്കുന്നു. ഇവർ ടീച്ചർ വന്നു, പെൺകുട്ടി വന്നു. ഞാൻ പറഞ്ഞ മോളെ ഞാനിങ്ങനെ ഡാൻസ് സ്കൂൾ അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ ഒന്ന് ഡാൻസ് പഠിപ്പിക്കണം. അപ്പോൾ അത് ഡാൻസ് പഠിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ എനിക്കറിയത്തില്ല. ഞാനപ്പോൾ അവരോട് പറയാണ്. ഉടനെ അവർ പറഞ്ഞു ഞാനെന്താ, ഞാൻ പറയാം അപ്പം ഞാനിവിടെ കൊണ്ടുവന്നാക്കാം, മോളെ ഒന്ന് ഇവിടെ ഇരുത്തണം, പിന്നെ പഠിപ്പിക്കാനാന്ന് പറഞ്ഞു. ഇവരെല്ലാം സമ്മതിച്ചു. ശരി, അതിനെന്താ ശനിയാഴ്ച ഞായറാഴ്ച വന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവർ എൻ്റെ പുറകിന് വന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഒന്ന് നിന്നേ, എന്താ അത് ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ MBBS എൻജിനീയറിങ് LLB എന്നൊക്കെ പറയുന്ന പോലെ, അല്ലാതെ അറിഞ്ഞൂടാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നതല്ല. അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു സത്യം അന്നാണ് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ അറിയാൻ വയ്യാത്തൊരാളിനെ ഇത്രയും വലിയൊരു കാര്യവുമായിട്ട് സ്വപ്നവുമായിട്ട് നടക്കുന്ന അമ്മയാണോ നിങ്ങൾ എന്നവർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ചോദിച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ സ്വപ്നത്തിൻ്റെ ശക്തി വർദ്ധിച്ചത്. പിന്നീട് നമ്മൾ ഈ കാറ് ഓടിച്ച് ഡാൻസ് ബോർഡിരിക്കുന്ന വീടുകളിലെല്ലാം ഒരു യാത്രയായിരുന്നു. യാത്ര ചെയ്ത് എങ്ങനെയോ അമ്പിളിയുടെ വീടിൻ്റെ ബോർഡ് കണ്ട് അവിടെ വന്നു. അവിടെ വഴി കൂടെ ഒക്കെ അങ്ങനെ അങ്ങ് പോവും. അമ്പിളിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഇതെൻ്റെ മനസ്സിലിരിപ്പുണ്ടല്ലോ. ഞാൻ അമ്പിളിയെടുത്ത് ചെന്നിട്ട് അമ്പിളിയെടുത്ത് ഞാൻ പറഞ്ഞ്, മോളെ ഞാൻ വന്നത് പിന്നെ ഈ കുഞ്ഞിനെ ഡാൻസ് പഠിപ്പിക്കണ്ട. ഈ വേദി ഉണ്ടല്ലോ, ഇവിടെ ഒരു സ്ഥലത്ത് ഈ കുഞ്ഞിനെ ഇരുത്തിയാൽ മാത്രം മതി. ഫീസും എല്ലാം ഞാൻ തരാം. ഇവിടെ ഇരുത്തണം, വേറൊന്നും വേണ്ട. പഠിപ്പിക്കുകയേ ചെയ്യണ്ട. പഠിപ്പിക്കാന്ന് പറഞ്ഞാലല്ലേ ഇരുത്താൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ പറയത്തില്ലല്ലോ. പിന്നെ അമ്പിളി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാനങ്ങനെ അപ്പം പറഞ്ഞാൽ അപ്പം അമ്പിളിക്കൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കി. എൻ്റെ മനസ്സിൽ അതിരിക്കുന്നതുകൊണ്ട് മുഖത്തോട്ടൊക്കെ സൂക്ഷിച്ച് നോക്കി. അപ്പം ഇങ്ങനെ അതിന് കുഴപ്പമില്ല, കൊണ്ടുപോവാ കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ ഓർത്തു ഇനി അഥവാ കുഴപ്പം ഇച്ചിരി ഉണ്ടെങ്കിലും അത് ഞാൻ ശ്രദ്ധിക്കാതെ കൊണ്ടുവരാം, അതവിടെ ഇരുന്നാൽ പോരെ. അങ്ങനെ ഞാൻ കൊണ്ടുവന്നു, അവിടെ ഇരുത്തി. ഇരുത്തിയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ കൊച്ച് അവിടെ ഇരുന്ന് അവിടെ പഠിപ്പിക്കുന്നവരേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കൊച്ച് സ്വയമായിട്ട് എടുക്കുന്നു. അത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അതിനേക്കാൾ കുറച്ചുകൂടി പോളിഷ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പാട്ട് കൊച്ച് കളിക്കണം, ഞാൻ ആ പാട്ട് എടുക്കുന്ന ആൾ. കൊച്ചിനെ അറിഞ്ഞുകൂടാ, അമ്പിളിക്ക് സമയമില്ലല്ലോ. അമ്പിളി ജീവിക്കാനുള്ള യാത്രയിൽ അമ്പിളിക്ക് അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി സമയമില്ല. മനസ്സുണ്ട്, പക്ഷെ സമയമില്ല പുള്ളിക്കാരിക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് കൊച്ച് ഇതൊക്കെ ഗ്രാസ്പ് ചെയ്തിട്ട് വരുന്നു. നമ്മളൊരു പാട്ടെടുക്കുന്നു, അതിൻ്റെ താളത്തെക്കുറിച്ച് നമ്മളിങ്ങനെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്ത് പാട്ടിട്ട് നമ്മൾ ഇതുപോലൊരു റൂമിനകത്ത് റിഹേഴ്സൽ കൊടുത്ത് ആ പാട്ട് കളിക്കാൻ വിധം ഞാനാക്കുന്നു. അന്ന് മുതൽ അങ്ങനെ ആക്കിയാണ് ഈ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നത്. ഈ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നത്.
മനസ്സിലായില്ലേ? അവിടെ എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ടൂറിന് ഡൽഹിയിലും പിന്നെ ദുബൈയിലും ഒക്കെ പോകുമ്പോൾ പെർഫോം ചെയ്യാൻ അവിടെ പിന്നെ ആരും ഇല്ലല്ലോ, ചെയ്യുന്നവരെയും കൊണ്ടല്ലേ ഇവർ പോയത്. അപ്പോൾ നമ്മുടെ മോൾ ഒറ്റയ്ക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് അവിടെ, ഉണ്ട്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കൊച്ചുങ്ങളെ അവിടെ കൊണ്ടാക്കിയാൽ ഈ പേരൻസ് സ്ട്രിക്റ്റ് ആയിട്ട് ചെല്ലണമെന്ന് പറയുന്നു. പക്ഷേ ചെന്നാൽ ഈ പേരൻസിനെ ആ ഗേറ്റ് കടന്നാൽ പിന്നെ കൊച്ചുമായിട്ടൊരു ബന്ധവും പാടില്ല. പിന്നെന്തിനാ പേരൻസിനെ? പിന്നെ പേരൻസായിട്ടൊരു ബന്ധമുണ്ട്. ഈ കൊച്ചുങ്ങൾ ഉരുണ്ട് വീഴുകയോ പല്ല് പൊട്ടുകയോ ചെവി പൊട്ടുകയോ മൂക്ക് പൊട്ടുകയോ ഒക്കെ ചെയ്യുമ്പം ഇന്നാരുടെ മോൻ പൊട്ടി മൂക്ക് പൊട്ടി വരാൻ പറഞ്ഞു. അവർ അവിടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെ ഓട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ അവിടെ. അതിനാണോ അപ്പം അങ്ങനെ വിളിക്കാൻ വേണ്ടിയാണോ അല്ല അവിടെ ഇരിക്കാൻ പറയുന്നത്? അല്ലാതെ കൊച്ചുങ്ങളായിട്ടൊരു ബന്ധവും പാടില്ലെന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാ പേരൻസിനെ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് എന്തിനാ? അപ്പോൾ ഓഡിയൻസിന് വേണ്ടിയല്ലേ? അവിടെ വരുന്നവരുടെ മുന്നിൽ പ്രസന്റ് ഇത്രയും പേര് ഇവിടെ താമസിക്കുന്നു. ഇത്രയും പേര് ഇവിടെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുന്ന ഈ കുട്ടികളും ഈ പേരൻസും ഇവിടെ താമസിക്കുന്നവരാണ്. അവിടെ താമസിപ്പിച്ച് തെരുവിൽ കിടക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നിങ്ങൾക്ക് ഭക്ഷണവും ബാക്കി കാര്യങ്ങളും ഒക്കെ തന്ന് നിങ്ങളുടെ മക്കളെ വളർത്തുന്നു. പിന്നെ ഇടയ്ക്ക് പുട്ടിന് പീര പോലെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ വീഡിയോയ്ക്കകത്ത് അന്തേവാസികളെന്ന് പറയുമ്പോഴും കേൾക്കുന്നവർ ഇത്ര അന്തേവാസികൾ. നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. നമ്മളെ ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ എന്താ, നമുക്കൊന്നുമില്ല, നമുക്കിതൊന്നും അല്ല നമ്മുടെ വിഷയം എന്നൊരു മൈൻഡ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ, എൻ്റെ ഒരു ഫ്രണ്ട്. പിന്നെ എപ്പോഴാണ് ഇതിനോടൊരു ഒരു സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം? നമുക്കവിടെ സംസാരിച്ചാൽ ഒരു കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഒരു പൊട്ടൻഷ്യലായിട്ടൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ള ബോധ്യം വന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് ഈ ടീച്ചർ ഹർട്ട് ചെയ്ത് കൊച്ചിനെ പിടിച്ച് തെള്ളുന്നു. കൊച്ചപ്പോൾ പറയാൻ അത് വാക്ക് സെൻറ്റൻസായിട്ട് പറയാൻ കൊച്ചിന് അറിഞ്ഞുകൂടാ. കൊച്ചിന് നമ്മളെ പിടിച്ചിങ്ങനെ തെള്ളി കാണിച്ചിട്ട് പറയുന്നു അങ്ങനെ ചെയ്യും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. കൊച്ചെന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിനും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കൊച്ച, എന്തിനും. അമ്മ വിഷമിക്കുമോ എന്നൊരു ഫീലുള്ള കൊച്ച. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു പോകണം, നമ്മളിരുന്ന് പാട്ട് പാടുകയോ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു പോകണം എന്ന് പറയുന്ന ഒരു ഫീല് വന്ന കൊച്ച. അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അമ്മയ്ക്ക് സുഖമില്ലാത്തയാന്ന് വിചാരമുള്ള കുട്ടിയാണ്. അമ്മ ബസ്സിൽ കയറിയാൽ അമ്മ വീഴുമോ എന്നാണ് കൊച്ചു നോക്കുന്നത്, അല്ല ഞാൻ കൊച്ചു വീഴുമോ എന്നല്ല നോക്കുന്നത്. ആ പരുവത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് പിന്നെ അവിടെ ചെന്ന് നമ്മളങ്ങ് ഡൗൺ ആയി. കാലെല്ലാം താമസിക്കുന്ന വീട്ടിൽ കയറണം, ഈ കരിഷ്മയെ കയറണം, പിന്നെ ചോറുണ്ണണെ കയറണം, അങ്ങനെയൊക്കെ ഭയങ്കര. ഈ പലരും പറയുന്നത് ഇത്രയും കാശൊക്കെ കൊണ്ടുവന്ന് അവിടെ ഭയങ്കരമായ ഒരു സംവിധാനം ഉണ്ടാക്കി ആ സംവിധാനത്തിന്റെ ഗുണം മുഴുവൻ ഈ കുട്ടികൾ അനുഭവിക്കുകയാണെന്ന്. സാർ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ട്രെയിനിൽ AC ബുക്ക് ചെയ്ത് പോവാണ്, നമ്മളതിൽ കയറി ഓട്ടത്തങ്ങ് ഇറങ്ങി അങ്ങ് പോയില്ലേ? ഈ സംവിധാനം കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ? നമ്മളവിടെ ഒരു ടിക്കറ്റ് എടുത്ത് അത്രയും സമയം അതിലിരുന്നു. ഇപ്പം നമ്മൾ ഈ സംവിധാനം അവിടെ ഉണ്ടല്ലോ, എപ്പോഴും ഞങ്ങളാരും ഇല്ലല്ലോ, ആ സംവിധാനം അവിടെ ഇല്ലേ? ഉണ്ട്. ഈ കരിങ്കൽ ഭിത്തിയും ചിത്ര കലകൾ കൊണ്ടുള്ള കൽത്തൂണുകളും എല്ലാം അവിടെ ഉണ്ട്. ഇപ്പോഴും ഇതില്ലെങ്കിലും പിന്നെ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ കാര്യത്തിലോട്ട് നീങ്ങാം. ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം പെർമനൻ്റ് അല്ലേ? അതല്ല ഈ കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ള തരത്തിൽ മൊബിലൈസ് ചെയ്യുന്നതാണ്. അത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു വെർഷനാണല്ലോ. മാർക്കറ്റിങ്ങിന് ഇപ്പോൾ എങ്ങനെ വേണേലും മാർക്കറ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു പേന ഒരിക്കൽ ബസ്സിൽ കയറിയപ്പോൾ ഒരു കച്ചവടക്കാരൻ പറയുന്നു, പേനയാണ് ഇത്, എന്ത് ഭാഷയിലും നമുക്ക് എഴുതാം പേന. അമ്മ നല്ല പേന 20 ഭാഷയിൽ ഇത് കൊണ്ട് എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി കഴിച്ചിട്ട് ആകെ 20 റുപ്യ ഉള്ളല്ലോ, അപ്പോൾ ഇത് കൊടുത്ത് വാങ്ങിയാൽ എങ്ങനെയാണ് ബസ്സിൽ അവിടെ ഇറങ്ങുന്നത്, 8 രൂപ ബസ്സിന് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ വിഷമിച്ച് ദുഃഖിച്ച് 20 രൂപ കൊടുത്ത് ഈ പേന മേടിച്ചു. പിന്നെ കണ്ടക്ടറോട് പറഞ്ഞ് മോനെ ഇനി അടുത്ത ദിവസം വരുമ്പോൾ തരാൻ, പരിചയമുള്ള സ്ഥലത്തെ ബസ്സായതുകൊണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ 20 ഭാഷ എഴുതാൻ പറ്റുമോ? അറിയാമെങ്കിലല്ലേ എഴുതാൻ പറ്റുമോ? പേന മതിയോ എഴുതാൻ? സാർ മനസ്സിലാക്കുന്നുണ്ടോ? ഭാഷ അറിഞ്ഞാലേ ഈ പേന കൊണ്ട് എഴുതാൻ പറ്റുള്ളൂ. മാർക്കറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 20 ഭാഷ എഴുതാൻ ഈ പേന കൊണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ഭാഷ അറിഞ്ഞാലേ എഴുതാൻ പറ്റൂ എന്നുള്ള ഐക്യം നമുക്കാണ് വേണ്ടത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പരാതി എഴുതി കൊടുക്കുകയോ പറയുകയോ വസന്ത ചെയ്തിട്ടുണ്ട്? ഞാനവിടെ പരാതി എഴുതി കൊടുത്തിട്ടില്ല. അവർ പലപ്പോഴും പറയുന്നത് പരാതി ചെന്ന് അവിടെ ഒരു ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഡോക്ടറാണ് അതിനകത്ത് ഇരിക്കുന്നത്. പക്ഷേ ഡോക്ടറോട് ചെന്ന് പേരൻസ് പറയാറുണ്ട് പരാതി, ഇന്ന പോലെ ഇന്ന കുട്ടി ഇന്നത് ചെയ്തു, ഇങ്ങനെയാണ്. ഒരുപാട് പുറത്ത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കാരണം ഈ കുട്ടികൾ 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയവും അവരെ വേറൊരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പല കുട്ടികളും, പല രീതിയിലുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. ക്വാളിറ്റി കഴിവൊരെണ്ണം ഉണ്ടെങ്കിൽ പോലും. ഇപ്പം ചെണ്ട കൊട്ടുന്നൊരു കൊച്ച്, അവൻ ചെണ്ട കൊട്ടുന്നെന്ന് പറഞ്ഞാൽ വേറെ എന്തെല്ലാം അവൻ്റെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, മാനസികമായ വേറെ പ്രശ്നങ്ങളുണ്ട് അവന്. അപ്പം ഇതെൻ്റെ പേരൻറ്റിനെ അറിയൂ. അവൻ വയലൻ്റായി ചെണ്ടയുടെ കമ്പെടുത്ത് വേറൊരു കൊച്ചൻ്റെ മൂക്കിലടിച്ച് മൂക്ക് പൊട്ടിയ സംഭവമുണ്ട്. ഇവർ കൈയഴിയുന്നത് അറിഞ്ഞൂടാത്ത കുട്ടികൾ ചെയ്യും. ഇനി പേരൻറ്റിനിൽ അവിടെ ഇരിക്കാനാണോ ഇവിടെ പേരൻറ്റ് വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പം എൻ്റെ കുട്ടിയെ ഒരാൾ മൂക്കിലടിച്ച് മൂക്ക് പൊട്ടിച്ചാൽ, ഞാനിവിടെ വന്നത് ഈ കുട്ടിയെ കൊണ്ടല്ലേ വന്നേ. ഈ കുട്ടിയെ കൊണ്ട് ഞാൻ 8000 രൂപ വാടകയും കൊടുത്ത് ഫുഡ് കഴിക്കാതെ പുറത്തുനിന്നൊക്കെ കഴിച്ച് ഇവിടെ വന്ന്, അപ്പോൾ എനിക്ക് ഈ സുഖമില്ലാത്തതുകൊണ്ട് ഈ മോളിൽ
ഭക്ഷണം വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. കാരണം സിലിണ്ടർ കൊണ്ടുപോകണം, പിന്നെ ഇതിൻ്റെ വേസ്റ്റ് വെള്ളം കളയാൻ താഴെ പോകണം, കാലിന് വലിയ കമ്പി കിടക്കുന്നത് തുടയില്ലേ. അപ്പം അതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് കൊച്ചിനൊരു ഗ്ലാസ് പാല് ഹോർലിക്സോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് ഒരു കട്ട്ലറ്റും മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ പോയി കിടന്നങ്ങ് ഉറങ്ങുകയാണ്, ഒന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. നമ്മൾ ഈ 6 മാസം നിന്നപ്പോൾ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആയി നമ്മുടെ. മനസ്സിലായില്ലേ? ചില ദിവസമൊക്കെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിശപ്പുണ്ടെങ്കിലൊക്കെ കൊച്ച് 4-5 ഷോയിൽ കളിപ്പിക്കും ഇവർ. എത്ര ഓഡിയൻസ് ഉണ്ട് അത്രയും വെട്ടം കളിക്കണം ഈ കുട്ടി. ആണ്. ഈ കുട്ടിയുടെ കാര്യം മാത്രമല്ല, എന്തൊരു പെർഫോമൻസും എത്ര വിസിറ്റേഴ്സ്. ചിലപ്പോൾ വെക്കേഷൻ സീസൺ ടൈമിലൊക്കെ രാവിലെ മുതൽ ത്രൂ ഔട്ട് 10,000, 1,800, 2,000 കുട്ടികളൊക്കെ വന്നാൽ പല സെഷനായിട്ടല്ലേ വരുന്നത്. അത്രയും സമയം ഇവർ പെർഫോം ചെയ്യണം. ഇവർക്ക് എന്താ കൊടുക്കുന്നതിലെ റേഷനരിയുടെ ചോറിലേ കൊടുക്കുന്നത് ഉച്ചയ്ക്ക്. പിന്നെ നാഴിയരിയോ 5 നാഴിയരിയോ കഴുകുന്ന പോലെയാണ് ഒരു ചാക്കരി കഴുകുന്നത്. അപ്പോൾ റേഷനരി എന്ന് പറയാൻ കാര്യം റേഷനരിയെ കുറച്ച് കാണുകയല്ല. ഒരു ചാക്കരി 1-2 വട്ടം കഴുകി ചോറ് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? നമ്മൾ വീട്ടിലാണേ നാഴിയരിയോ 2 നാഴിയരിയോ 5 വട്ടം കഴുകണം റേഷനരി ആയതുകൊണ്ട്. എന്തുകൊണ്ട്? അതിനകത്ത് പ്രത്യേകമായ ഒരു സ്മെല്ലുള്ളത്. അതാണ് ഈ റേഷനരി എന്ന് പറയാൻ കാര്യം. അല്ലാതെ അതിനെ ചെറുതാക്കുകയല്ല. നമ്മളൊക്കെ റേഷനരി വെക്കുന്നുണ്ട് കഴിക്കും. ഈ റേഷൻ കാർഡ് മാറ്റിയെന്ന് പറഞ്ഞ രക്ഷകർത്താക്കൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലേ റേഷൻ കാർഡ് പിന്നെ ഇത് പുറത്ത് വന്നത്. അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അതറിയത്തില്ല. നമ്മളെന്നും അതുപോലെ രക്ഷകർത്താക്കളൊന്നും പറഞ്ഞിരുന്നു. പലരും അവിടെ സംസാരിക്കുന്നുണ്ട്. എല്ലാ വിഷയോടെ എല്ലാ രക്ഷകർത്താക്കളും മർമറിയുന്നുണ്ട്. ഇവരറിയുന്നില്ലെന്നേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ അത് ഉറക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതിയാകും. പ്രത്യേകിച്ച് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം പറയുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നെ ആൾക്കാർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് പലരും അവരുടെ മനസ്സിലിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ പറയുന്നവരടുത്ത് വന്ന് ചെവി പറയും. എന്തുവാ 2-3 ദിവസമായി കൊച്ചങ്ങ് ഛർദില്ല. പക്ഷെ അത് ഉറക്കെ പറയുന്നില്ല അവർ. പിന്നെ ഗസ്റ്റ് വിസിറ്റേഴ്സൊക്കെ അപ്പുറത്ത് വരുമ്പോൾ ഇവിടെ ഒരു ഡോർമെറ്ററി പോലെ ഇതുപോലൊരു സ്ഥലവും കുറച്ചങ്ങോട്ടിട്ടോ നിറച്ച് ടോയ്ലറ്റുമായിട്ടുള്ളൊരു സ്ഥലത്താണ് പേരൻസിനും കുട്ടികൾക്കും ഫുഡ്. അവിടോട്ട് ഷിഫ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവർ അവിടെ ഗസ്റ്റാണ് VIP. ഗസ്റ്റാണ് VIP. പിന്നെ ഗസ്റ്റ്, ഓഡിയൻസ്, വിസിറ്റേഴ്സ്, അന്തേവാസികൾ, 4-5 കാറ്റഗറി ഉണ്ട്. ഇപ്പം ഈ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പല ഈ മുതിർന്ന IAS ഓഫീസർമാരും മറ്റു പലരും ഒക്കെ പറയുന്നത് അവിടുത്തെ ഫെസിലിറ്റി പോയെന്ന് കാണണം. ആ ഹോസ്പിറ്റാലിറ്റി, ആ സംഗതി, ആ പെർഫോമൻസ് രീതിയിൽ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കല്ലേ. അമ്മമാർ കണ്ണിപ്പെടരുതെന്നല്ലേ പറയുന്നേ. കരിഷ്മ എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ പിന്നെ വെൽക്കം ഡാൻസ്, വെൽക്കം സോങ്, പിന്നീട് ഇൻട്രോ, ഹൃദയഭേദകമായ ഇൻട്രോ. അത് കഴിയുമ്പോൾ അവരുടെ കരകൗശല വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കുറച്ചൊക്കെ ചെയ്യുന്നത്, ബാക്കി മേടിച്ചുകൊണ്ട് വന്ന് വെച്ച് വിലയിട്ട് വെക്കുന്നത് അങ്ങനെയുണ്ട്. കുട്ടികൾ മാത്രം ചെയ്യുന്നതല്ല, പക്ഷെ അവിടെ വിൽക്കുമ്പോൾ ഇതെല്ലാം കുട്ടികൾ ചെയ്ത് അമ്മമാർ പിന്നെ ചുമ്മാതിരിക്കാതെ അവർക്ക് തൊഴിൽ കൊടുത്തു. അവിടെ ഒരു സഞ്ചി തയ്ക്കുന്നതിന് 1 രൂപയാണ് 2 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അമ്മയ്ക്ക് 5 സഞ്ചി തയ്ച്ച് വൈകിട്ട് 10 രൂപ കിട്ടിയാൽ മതിയാ. ഈ സഞ്ചി വിൽക്കുന്നത് ഒന്നീ ഹോൾസെയിലായിട്ട് വല്ല കടക്കാരും ആണെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് അവർ തരുന്ന പൈസ. അതല്ല സഞ്ചി തയ്ച്ച് വിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ 30 രൂപ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഷെയർ ഈ കരിഷ്മ എന്ന് പറയുന്ന അവിടത്തേക്ക് കൊടുക്കണം. അത് ഇപ്പോഴാണ് സംഘടനയാക്കിയത്. ഞാൻ ചെന്ന് കഴിഞ്ഞാണ് അത് രജിസ്റ്റർ ചെയ്തത്. മനസ്സിലായില്ലേ? അതിന് മുമ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വീതം മറ്റേ ആളുകൾ പലരും മോഹവില തന്നായിരിക്കൂലേ വാങ്ങുന്നത്. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഹസ്ബൻഡ് കോക്കനട്ട് ഷെല്ലുകൊണ്ട് എന്തെങ്കിലും ആർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ആൾക്കാർ പുറത്തുനിന്നൊക്കെ സാധനങ്ങൾ കൊണ്ട് വെക്കുകയും പിന്നെ ഈ വരുന്നവർക്ക് സന്തോഷം ഉണ്ടാകാനുള്ള വെറൈറ്റി ആയ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പക്കലൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഷെല്ല് കൊണ്ടുള്ള വിളക്ക് അല്ലെങ്കിൽ ടോർട്ടോയ്സ് അങ്ങനെയൊക്കെയുള്ള ചില വെറൈറ്റി സാധനങ്ങൾ, കപ്പ്, കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് അത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് ഭയങ്കര വിലയുമാണ്. അത് മുറ്റത്ത് കിടക്കുന്ന ചിരട്ടയല്ല. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ആൾക്കാരത് വാങ്ങും. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിവിടെ ഇങ്ങനെ കൊണ്ട് വെച്ച് വെക്കുന്നതിന് 20% അവർക്ക് കമ്മീഷൻ കൊടുക്കണം. ഓക്കെ, 1000 രൂപയ്ക്ക് വിറ്റാൽ 200 രൂപ അവർക്ക്. അത് കഴിഞ്ഞ് 1-2 സാധനങ്ങളൊക്കെ 3-4 സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളിത് ഇവിടുന്ന് അവിടെ കൊണ്ടില്ലുമ്പോഴത്തേക്ക് അതിൻ്റെ ഏതെങ്കിലും സാധനങ്ങൾ അങ്ങനെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടും നഷ്ടങ്ങളും വന്നു. നമ്മൾ ബസ്സിലല്ലേ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത് ചെന്നപ്പോൾ അവർ പറഞ്ഞു 30% വേണം. അപ്പോൾ അവരുടെ കറണ്ടില്ല, ലൈറ്റില്ല, അവരുടെ യാതൊരു എക്സ്പെൻസീവ് ഇല്ലാത്ത ഒരു സാധനം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് വെക്കുന്നതിനാണ് ഈ 30% അവർക്ക് കൊടുക്കേണ്ടത്. 1000 രൂപയ്ക്ക് ഒരാളത് വാങ്ങി. എന്നാൽ അത് മൊത്ത സംവിധാനവും നടക്കുന്നത് ആളുകളുടെ ക്ഷേമം, ദയനീയത, പിന്നെ മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ജീവിതം ഇതിനിൽ നിന്ന്. അപ്പം ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഇത് അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഇതൊക്കെ ഇളകിയൊക്കെ പോകും. പിന്നെ ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ 30 പറയുന്നത് ഒരു കൂടുതലാണെന്ന് പറഞ്ഞു. അന്നേരം അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുകയാണ്, ഇവിടെ കൊണ്ട് വെച്ചിട്ടല്ലേ ഇത് വിൽക്കുന്നത്, ഇത് ആളുകൾക്കൊന്നും വേണ്ടെങ്കിലും ഇവിടുന്ന് സാധനം മേടിക്കുന്നത് കുട്ടികളെ കണ്ടുകൊണ്ടാണ് അവർ പറഞ്ഞതാണ്.
അപ്പോൾ കുട്ടികളെ കണ്ടുകൊണ്ട് ഇവിടുന്ന് മേടിക്കുന്നു എന്നുള്ളതിനാണ് അതിൻ്റെ റോയൽറ്റിയാണ് ഈ 30%. അപ്പോൾ ആ കുട്ടിയുടെ റോയൽറ്റിയാണ്. മനസ്സിലായില്ലേ? 30%. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് നമ്മുടെ വീട്ടിൽ അത് നമ്മളിങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാനും വിൽക്കാനും വേണ്ടി ചെയ്തതുമല്ല. പക്ഷെ ആ ഒരു സാഹചര്യം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയത്. പിന്നെ അത് നമുക്കിത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടും. കരകൗശല കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്ത് ഔട്ട്ലെറ്റിൽ വെച്ച് വിൽക്കുന്നതിന് 10%. മനസ്സിലായി. കരകൗശല കോർപ്പറേഷൻ്റെ ഒരു എന്താ പറയുന്നത് SMME എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ പേര് കൃത്യമായിട്ട് മറന്നു, ഒരു എംപോറിയോ ഉണ്ട്. ഒരുപാട് വിദേശികൾ വരും. അതിന് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ ഒന്നും കാണിക്കണ്ട, അവർക്ക് ആ കരകൗശല വസ്തു നമ്മളിവിടെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം വെറൈറ്റി ഉണ്ട് എന്ന് നമ്മുടെ കയ്യിലൊരു സംഭവം ഉള്ളത് കൊണ്ട് നമ്മളത് ഇൻക്ലൂഡ് ചെയ്തെന്ന്. എന്നിട്ട് പിന്നെ എന്താ അപ്പോൾ അത് ഞാൻ പറഞ്ഞ എന്നാൽ പിന്നെ വേണ്ട, നമുക്കത് കൊണ്ടുവരുന്നൊക്കെ റിസ്ക് ആണ്, വേണ്ട. പിന്നെ കപ്പൊക്കെ തന്നെ ബാഗ് വെച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ പിടിയൊക്കെ ഇളകി പോകും, വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ വേണ്ടാന്ന് വെച്ച് പിന്നെ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ മെയിനായിട്ട് അവിടെ എൻട്രൻസ്, ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു സ്കൂളും മുഴങ്ങോട്ടുള്ള സ്കൂളെന്ന് പറയും, അവിടുത്തെ ഒരു പയ്യൻ ജസ്റ്റിലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ട്, മോളുടെ സ്കൂളിൻ്റെ ഇടയ്ക്കൊക്കെ വരും, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഒരു ദിവസം ഈ പയ്യൻ്റെ ഒരു 4-5 കോൾ എൻ്റെ ഫോണിൽ കിടക്കുന്നു. ഞാനപ്പോൾ എടുത്ത് നോക്കി, ഞാൻ ചോദിച്ചു എന്താ ജസ്റ്റിലെ വിളിച്ചത്? അത് ചേച്ചി അവിടെ മാജിക് പ്ലാന്റ് വന്നപ്പോൾ വിളിച്ചതാ, ചേച്ചി ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ. ഞാൻ ചോദിച്ചു എന്തിനാണ് വന്നേ? അത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് 2 ബസ്സിൽ 150 കുട്ടികളുമായിട്ട് തിരുവനന്തപുരത്ത് ഒരു 1 ഡേ പ്രോഗ്രാമിന് പോയി, മ്യൂസിയത്തിലെല്ലാം കയറിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞു, വസന്ത ചേച്ചി പറഞ്ഞു മാജിക് പ്ലാന്റ് കാണാൻ നല്ല രസമാണ്, അവിടെ ചെല്ലാമെന്ന്, നമുക്കതുകൊണ്ട് അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത് ഫ്രണ്ടിൽ ടിക്കറ്റ് എടുക്കണമെന്ന്. നമ്മൾ ഇറങ്ങി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 500 രൂപയാണ് ഒരു കുട്ടിക്കെന്ന് പറഞ്ഞു, ഒരാൾക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾ പറയുമ്പോൾ 500 രൂപ കൂടുതലാണ്, എന്തെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 400 ആക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ 150 പേർക്ക് ഒരാൾക്ക് പെർ ഹെഡ് അത് തന്നെ 150 ആളുകൾക്ക് കയറാൻ ആളൊന്നിന് 100 രൂപ കുറയ്ക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇത് വലിയ കുട്ടികളല്ലേ, +2 കുട്ടികളല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ അതിൻ്റെ എൻട്രൻസ് ചെയ്യുന്നവരകത്തങ്ങാണ്ട് പോയി സംസാരിച്ചിട്ട് വന്ന് പറഞ്ഞു അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചേച്ചി അവിടെയാണ് ചേച്ചി നിൽക്കുന്നത്, ചേച്ചിയെ കിടന്ന് വിളിച്ചത്, ചേച്ചി ഉണ്ടെങ്കിൽ വന്നൊന്ന് സംസാരിക്കാനാണ് വിളിച്ചത്. പക്ഷെ ഞാൻ അന്നേരം ഫോൺ എടുക്കാഞ്ഞുകൊണ്ട് കണ്ടില്ല, ബാഗിനകത്തിരുന്ന്. പിന്നെ വൈകിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് എന്നിട്ട് ഇവർ വേണ്ട എന്നും പറഞ്ഞ് ഇവരങ്ങ് തിരിച്ച് കയറി വണ്ടി തിരിച്ചപ്പോൾ വേറെ 2 വണ്ടി വരുന്നു. അപ്പോൾ അവരോട് ഇവർ പറഞ്ഞെന്ന് തിരിച്ചു പോകുന്നത് എന്താണെന്ന് ചോദിച്ചപ്പം ഇന്ന പോലെ ആ കാര്യമുണ്ട് പോവാന്ന് പറഞ്ഞെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഓരോ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളല്ലേ. അല്ലേ, അതാ ഇതിനൊക്കെ ഇപ്പോൾ പുള്ളി പറയുമ്പോൾ കരുണ, കാശിനപ്പുറത്തുള്ള ജീവിതം, ഓടിപ്പോയപ്പോൾ കുട്ടികൾ സ്കൂൾ ബസ്സിൽ കിടന്ന് ഉറങ്ങുന്നു, അതിൻ്റെ എന്തെല്ലാം കഥ പറഞ്ഞാൽ കണ്ണീരാണ്. പിന്നെ അത് മാത്രമല്ല, ഈ മാജിക് പ്ലാനറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് എനിക്കറിയാവുന്ന ടൂറിസം വകുപ്പിൽ നിന്ന് 2012-13 ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ 30 ലക്ഷം രൂപ ഈ ഇതിൻ്റെ പ്രോഗ്രാമിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സർക്കാർ ഫണ്ട് നല്ലൊരു തുക പല സ്ഥാപനങ്ങളിൽ നിന്നും, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് 15 വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാച്ചിൽ ഒരു അമ്മയുടെ കൂടെ അമ്മൂമ്മ എന്ന് വെച്ചാൽ പ്രായമുള്ള അമ്മൂമ്മയല്ല, കുട്ടിയുടെ അമ്മൂമ്മയുടെ കൂടെ ആ മകൻ വരികയാണ്. ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും അമ്മൂമ്മ മുമ്പേ നടന്നു, ഇങ്ങനെ സ്കൂൾ ബസ് വരാൻ സമയമായി, വേറെ കുട്ടികളും അതിൽ കയറാൻ നിൽക്കുന്നു. അമ്മൂമ്മ വന്ന് ബസ്സിലും കയറി, മോൻ കയറുമെന്നും പറഞ്ഞു, മറ്റു കുട്ടികളും ഉള്ളത് കൊണ്ട്. പക്ഷേ ഈ അമ്മൂമ്മ ഇങ്ങനെ തിരിഞ്ഞങ്ങോട്ട് നിന്നപ്പോഴത്തേക്ക് ഈ കൊച്ച് തിരിഞ്ഞങ്ങ് വീട്ടിലോട്ട് അങ്ങ് പോയി. ഇത് അമ്മൂമ്മ കണ്ടില്ല. സ്കൂളിൽ വന്ന് പിള്ളേരെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയില്ല. ഉടനെ കൊച്ചിനെ കണ്ടില്ലെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായി, അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ എല്ലാവരും ഭയങ്കര ബഹളമായി. ഉടനെ ആളുകളൊക്കെ ഓടി റോഡിൽ പോയി. ഈ ഒരു 3/4 കിലോമീറ്റർ ദൂരെ റോഡ്. അവിടെ ചെന്നപ്പോൾ എന്താണെന്ന്, അപ്പോൾ പെട്ടെന്ന് വെപ്രാളത്തിൽ ഇങ്ങനെ ഇവരെയോ ഇങ്ങനത്തെ യൂണിഫോം ഇട്ടൊരു കുഞ്ഞിനെ കണ്ടോ എന്ന് ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു. ഓട്ടോക്കാർ പിള്ളേരല്ലേ, അവരെന്ത് ചെയ്തു, ഫേസ്ബുക്കിലെടുത്തങ്ങിട്ട്. അപ്പം നമ്മളകത്ത് ചെന്ന് ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ല, പ്രത്യേകിച്ച് കാല് വയ്യാത്തതുകൊണ്ട് എന്തറിഞ്ഞാലും ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് എങ്ങോട്ടും പോകത്തില്ല. എന്നെ ഒരു വയസ്സിയെന്ന അമ്മയായിട്ട് അവിടെ എല്ലാവരും കാണുന്നത്. അങ്ങനെ അപ്പോഴുണ്ട് ഭയങ്കര ഇതായി. ഉടനെ ആരോ വന്നിട്ട് ഞങ്ങൾ കുറേ അച്ഛന്മാരും ഞാനും 1-2 പേര് ആയിരിക്കുന്ന മുകളിലോട്ട് പോകാത്ത 1-2 അമ്മമാരും ചിലപ്പോൾ കാണും. അവരൊക്കെ ജോലിയുള്ളവരാ, ചിലപ്പോഴൊക്കെ ഓഫീസിൽ പാത്തപ്പോൾ നമ്മുടെ കൂടെ വന്നിരിക്കും. അവർ കരിഷ്മയിലൊന്നും പോകത്തില്ല. ഉടനെ ഉണ്ട് ഭയങ്കര ആരോ വന്നിട്ട് ബിജു സാർ സാർ അന്ന് അവിടുത്തെ മാനേജർ, അന്നത്തെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, സാറ് മാനേജർ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു, മീറ്റിംഗ് വിളി എല്ലാവരും കരിഷ്മയിലോട്ട് വരാൻ പറഞ്ഞെന്നും പറഞ്ഞ് പെട്ടെന്നൊരു ഏതാണ്ടല്ല യുദ്ധ സമാനമായ ഒരു ബഹളം. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ ഞങ്ങൾക്ക് പറയും എന്തായിരിക്കും ഇത്ര എമർജൻസി എന്താന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എന്താ, ആരാണ് ഫേസ്ബുക്കിൽ ഉടനെ ഇട്ടത്, സാറ് വിദേശത്തിരിക്കുകയാണ്, സാർ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, എന്ത് കാര്യത്തിനും ആരാണ് ഇട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യൂ, അതാണ് അവർക്കിവിടെ പ്രശ്നം. കുട്ടി പോയതല്ല അവരുടെ പ്രശ്നം, ഫേസ്ബുക്കിലിട്ടു, ലോകം മൊത്തം ഇത് അറിയും, സാർ അറിയും, സാർ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്.
അപ്പൊ ഈ കുട്ടി പോയൊരു അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ മാനസികാവസ്ഥ അവരെന്ത് ചെയ്താൽ കുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞാണ് അവർ ഈ ഓടിയത്. മനസ്സിലാകുന്നില്ലേ? അപ്പൊ മാനുഷികമായ മൂല്യങ്ങൾക്ക് എവിടെയാണ് ഇവര് റേറ്റിംഗ് നൽകിയിരിക്കുന്നത്? ചോദ്യം അതാണ് വസന്തയുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മാനുഷികമായ മൂല്യങ്ങൾക്ക് കേവലം ഒരു പ്രകടനത്തിനപ്പുറത്ത് അല്ലെങ്കിൽ അതിൻ്റെ പണസമാഹരണത്തിനപ്പുറത്ത് എവിടെയാണ് ഇതിൻ്റെ ഒരു പഞ്ചെന്നാണ് ചോദിക്കുന്നത്. അത് കാണാൻ പറ്റിയിട്ടുമില്ല ഇതുവരെ. നമുക്കവിടെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അദ്ദേഹം കഴിക്കുന്ന ഒരു ഇതുപോലൊരു സ്ഥലത്തൂടി നമ്മളിങ്ങനെ കയറിപ്പോണം മുകളിലോട്ട് അപ്സ്റ്റെയർ. അപ്പോൾ അങ്ങനെയുണ്ട് വഴി, ഇങ്ങനെയുണ്ട് വഴി. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വഴിയിൽ ഒരു ദിവസം വന്നോടനെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു സ്ത്രീ, അപ്പോൾ ഇവിടെയൊക്കെ ചെറുകൾ കിടപ്പുണ്ടെങ്കിലും ഇങ്ങനെ സ്പേസ് ഉണ്ട് ഇങ്ങനെ പോകാൻ, പെട്ടെന്ന് ചാടി വീണിട്ട് ഇതിൽ വരാൻ പറഞ്ഞു ജെട്ടി. ഇതെന്താ എന്താ കൊള്ളാം, സാറെങ്ങാനും കാണണം, സാറ് പറഞ്ഞിട്ടുണ്ട് പേരൻസ് ഒന്നും ഇല്ല നടക്കാൻ പാടില്ലെന്ന്. പേരൻസ് ആരാണ്? അവിടെയൊക്കെ നമ്മൾ പിന്നെ കൊച്ചിന് വേണ്ടി ഒരു സഹനം എന്ന് പറയുന്നൊരു കുപ്പായം എടുത്തിട്ടിട്ട് നമ്മൾ ഇതിനൊക്കെ പ്രകോപിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കാനോ പാടില്ല. പിന്നെ അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ അസസ്മെൻ്റ് എന്നും പറഞ്ഞൊരു വലിയ എന്തോ സംഭവമുള്ളതായിട്ടാണ് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മാജിക്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കുന്ന പോലെ, ആകാശത്തുനിന്ന് നക്ഷത്രത്തെ ഊരിയെടുക്കുന്ന പോലെ അസസ്മെൻറ്റ്. പക്ഷെ എന്താണ് എപ്പോഴും കുറച്ച് ആൾക്കാർ വരും, എങ്ങനെ ജനിച്ചു കുട്ടി, എപ്പോൾ ജനിച്ചു കുട്ടി, ഹെറിഡിറ്ററി ആണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ കുറേ കാര്യങ്ങൾ എഴുതുന്ന കാണാം. ഇതിൻ്റെ യാതൊരു റിസൾട്ടോ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അവരുടെ മാനസിക നില ആൾക്കാർക്ക് മാർക്കിട്ടിട്ടാണ് അവർ ഇതിനെ പങ്കെടുപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ. മനസ്സിലായി? ഞാനെപ്പോഴും കൊച്ചു അസ്വസ്ഥതയാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കൊച്ചു പിന്നെ അവിടെ അസ്വസ്ഥത തന്നെ, പിന്നെല്ലാ കൊച്ചിനെ അവർ ഇതാക്കത്തില്ല. നിങ്ങളങ്ങ് പോകണം, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിൽക്കണ്ട. നിങ്ങളോട് അതിൽ നിന്നൊന്നും മേടിച്ച് ഇവിടെ വെച്ചിട്ടില്ല, നിങ്ങളുടെ അതിൽ നിന്നൊന്നും മേടിക്കുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്നത്? നിങ്ങൾ പോകൂ, വേറെ ആൾ വന്നോളൂ. ഇഷ്ടംപോലെ ആൾക്കാർ പുറകിൽ നിൽക്കുന്നു, വരാനായിട്ട് ക്യൂ നിൽക്കുന്നു. പിന്നെ അതും പൊട്ടും. ഒരിക്കൽ ഞാനിങ്ങനെ സ്കൂൾ വിട്ട് പോയി കഴിഞ്ഞ് ഞാൻ കാറിൽ പോകുന്നതുകൊണ്ട് ഞാനങ്ങ് നടന്നു പോയിട്ട് പോകും. ചില ദിവസം ബസ്സിലൊക്കെ പോകും കാർ എടുക്കാത്തപ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പറയും, ഇന്നലെ എന്താ അങ്ങ് നേരത്തെ പോയത്? ഇന്നലെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഷൂട്ടിങ്? ഇന്ന് പോവരുത്, ആരും പോവരുതെന്ന് സാറ് പറഞ്ഞു. അന്നപ്പോൾ എന്താണെന്നറിയാമല്ലോ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മുഖം കാണിക്കാൻ വേണ്ടി കൊച്ചിങ്ങനായാലും വേണ്ടിയില്ല, എൻ്റെ മുഖം ഒന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന പേരൻസ് അവിടെ ഉണ്ട്. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് നിൽക്കുന്നത്, നിന്ന് പോകുന്നത്. ഉടനെ സംഭവം എന്താണ്, കുറേ കത്തുകൾ ഇവിടുത്തെ അമ്മമാരെ പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഫേസ്ബുക്കിൽ കൂടെ കൊടുത്തു. ഉടനെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് അമ്മമാർ ഇദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട് അമ്മമാരെ പറ്റി എഴുതി അയച്ചപ്പോഴത്തേക്ക് അമ്മമാരെ പറ്റി അവരെഴുതുന്ന വാക്കുകൾ വായിക്കുമ്പോൾ ഹൃദയഭേദകമായിട്ട് സങ്കടം കൊണ്ട് കണ്ണുനീരൊഴുകണം, കരയണം. അപ്പോൾ ഇത് വായിക്കുന്നുടനെ മുതുകാട് നിന്ന് വായിക്കുന്നുടനെ ചുറ്റിനും നിന്ന് അമ്മമാർ ഷോളെടുത്തിട്ട് നിൽക്കണം. എന്നിട്ട് സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് പറഞ്ഞിട്ട് മ്യൂസിക്കും BGM എല്ലാം കൂടി ഇട്ട് സംഭവ ബഹുലമായ ഇത് ആക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മളെ ഈ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അവിടെ വന്ന് കണ്ണു തുടയ്ക്കൂന്ന് ക്യാമറാമാൻ, കണ്ണു തുടയ്ക്കൂ, ചേച്ചി ഒന്ന് കണ്ണു തുടയ്ക്കൂ, അമ്മയൊന്ന് കണ്ണു തുടയ്ക്കൂ എന്ന് പറഞ്ഞു. അതാണ് സംഭവം. വസന്ത തുടച്ചോ? അല്ല, ഞാൻ അറിയുന്നില്ല എന്തോ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് ഇന്നലെ ഞാൻ ഇല്ലാഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞില്ലല്ലോ. നമ്മളപ്പോൾ ആരോടും ഇങ്ങനെ ഇന്നലെ എന്തായിരുന്നു അങ്ങനെ ചോദിക്കാൻ നമുക്ക് അത്ര ഇൻറ്റിമസി ആരുമായിട്ടും ഇല്ല. അതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ പിന്നെ അതിയെന്ന് പറഞ്ഞു കൊടുത്താ അപ്പൊ നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് നമ്മൾ കണ്ണ് തുടച്ചില്ലെങ്കിലും നമ്മൾ ഉണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോഴല്ലേ അറിയുന്നേ കണ്ണ് തുടയ്ക്കണം, നടക്കണം, കരയണമെന്നൊക്കെ പറയുന്നേ. അദ്ദേഹം വായിക്കും. പക്ഷെ അദ്ദേഹം അന്നേരം വായിച്ചില്ല. നമ്മൾ ഈ വിഷ്വൽ എടുത്തോണ്ട് പോന്നു. പിന്നെ വായിക്കുമ്പോൾ ഇത് അതിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. വിഷ്വൽ എടുത്തോണ്ട് പോന്നു. ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം വന്നില്ല അമ്മടുത്തോട്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സാധാരണ ഒരു വേറെ കരഞ്ഞിട്ട് ആ കരയുന്ന വിഷ്വൽ കൊണ്ടുവന്ന് ഇദ്ദേഹം പറയുന്ന സംഗതിയായിട്ട് സംയോജിപ്പിച്ച്. പിന്നെ ഒരു കുട്ടി ചോറെടുത്ത് എറിയുന്നതായിട്ട് വീഡിയോ 3 വട്ടം ചോറെടുത്ത് എറിയണം. അപ്പം ടീച്ചർ വന്ന് ആശ്വസിപ്പിക്കുന്നു, മോനെ അത് അങ്ങനെ കഴിക്കും. അപ്പം ടീച്ചർ അങ്ങനെ സൂത്തിങ് ഏഞ്ചലായിട്ട് നിൽക്കുന്ന ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇവരാണ് ഇവിടുത്തെ ഡെഡിക്കേറ്റഡ് പാർട്ട്ണർ എന്നൊക്കെയുള്ള മെസ്സേജുകൾ കൊടുക്കുന്നു. സമൂഹത്തിന് ഗുണപ്പെടുന്ന പുള്ളി അങ്ങനെയാണല്ലോ മോട്ടിവേഷൻ കൊടുത്ത് ലക്ഷങ്ങൾ മേടിച്ചിട്ട് പുള്ളി ഇങ്ങനെ കാണിക്കുന്ന റിയലായിട്ട്. അപ്പോൾ പിന്നെ